ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്തായിരുന്നു. മാത്സും മെൻ്റൽ എബിലിറ്റിയുടെയും 10-20ഓളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമുക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലുള്ള പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 10840 മുതൽ 10871 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ആകെ എത്ര സംഖ്യകൾ ഉണ്ട്? നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 10840 മുതൽ 10871 വരെ എത്ര സംഖ്യകളുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 10840 മുതൽ അതാണ് അതിനകത്ത് പ്ലസ് പോയിന്റ്. ശ്രദ്ധിച്ചോണം. 10840 മുതൽ എന്ന് പറഞ്ഞാൽ 10840 മുതൽ വേണമെന്നാണ് അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എവിടെ വരെ വേണ്ട എന്ന് ആദ്യം തീരുമാനിക്കണം. 10839 വരെ വേണ്ട. മനസ്സിലായല്ലോ? 10840 മുതൽ വേണമെന്ന് പറഞ്ഞാൽ 10839 വരെ വേണ്ട. എവിടെ വരെ വേണം? 10871 വരെ വേണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 10871 നിന്ന് കുറയ്ക്കണം. 40 വേണം. മുതൽ എന്ന് പറഞ്ഞ മുതൽ 840 മുതൽ എന്ന് പറഞ്ഞാൽ 840 വേണം. അപ്പൊ 39 വരെ വേണ്ട. 10839 കുറയ്ക്കണം. 39 വരെ വേണ്ട. നമുക്ക് നോർമൽ കേസിൽ ഇങ്ങോട്ട് എഴുതി കുറയ്ക്കാണ്ടേ. 11 9 പോയി കഴിഞ്ഞാൽ 11 9 പോയി കഴിഞ്ഞാൽ ബാക്കി 2, ബാക്കി എത്ര ഉണ്ട് ഇവിടെ? 6. 6 3 പോയി കഴിഞ്ഞാൽ 3. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ 8 എന്നിട്ട് 0 പോയാൽ 0 1. ആൻസർ 32 എന്ന് കിട്ടും. ആൻസർ 10871 വരെ എത്ര? 10840 മുതൽ 10871 വരെ 32 എണ്ണൽ സംഖ്യകളാണ് ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. 10840 മുതൽ എന്ന് പറഞ്ഞാൽ 10840 വേണം. നമ്മൾ നോർമൽ കേസിൽ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് 10871 10840 കുറച്ചിട്ട് 31 എന്ന് എഴുതി കളയും. ഓപ്ഷനകത്ത് തന്നെ 31 കിടപ്പുണ്ട്. നിങ്ങൾ തെറ്റിക്കരുത്, ശ്രദ്ധിച്ചോണം. ഇത് മുതൽ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ വേണം കുറയ്ക്കാൻ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 1 3/4 പ്ലസ് 2 1/2 പ്ലസ് 5 1/4 പ്ലസ് 3 1/2. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാനൊന്നുമില്ല, ഒന്നുമില്ല. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ചെയ്തൊന്നും ചെയ്യാനൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടൊരു മോഡല് നമുക്കിത് ചെയ്യാം. എണ്ണിയെടുക്കാം. ഞാൻ ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്കിത് മനസ്സിലായില്ല എങ്കിൽ ഞാനിത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യാം. ഈ 1 എന്ന് പറഞ്ഞൊരു പൂർണ്ണസംഖ്യയാണ്. 2 എന്ന് പറഞ്ഞത് പൂർണ്ണസംഖ്യ, 5 എന്ന് പറഞ്ഞ പൂർണ്ണസംഖ്യ, 3 എന്ന് പറയുന്നതും പൂർണ്ണസംഖ്യയാണ്. ക്ലിയർ ആണല്ലോ? ഈ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടാം. നമുക്ക് നോക്കിയാൽ ഇതെല്ലാം പ്ലസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. എല്ലാം പ്ലസ് ചെയ്യാൻ വന്നേക്കുന്നത് പ്ലസ് ചെയ്തേക്കാം. മൈനസ് ചെയ്യാനാണെങ്കിൽ മൈനസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പൊ ഇവിടെ എല്ലാം പ്ലസ് ആയിട്ട് നമുക്ക് പ്ലസ് ചെയ്യാം. അവിടെ 1ഉം 2ഉം കൂടെ കൂടുമ്പോൾ 3, 3ഉം 5ഉം കൂടെ കൂടുമ്പോൾ 8. ഓക്കെ, 8 3 കൂടെ കൂടുമ്പോൾ 11. നമുക്ക് ഇതെല്ലാം കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 11 എന്ന് കിട്ടി. ഇതെല്ലാം കൂട്ടിയപ്പോൾ 11 എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1 3 2 കൂടെ കൂടുമ്പോൾ 3, 3 5 കൂടെ കൂടുമ്പോൾ 8, 8 3 കൂടെ കൂടുമ്പോൾ 11. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്കിയോ, ഇവിടെ ഒരു 3/4. 3/4 എന്ന് വെച്ചാൽ മുക്കാലം നെല്ലിയോട് അർത്ഥം. 3/4 മുക്കാല്. ഇതാണ്ടേ ഇവിടെ ഒരു 1/4. 1/4 എന്ന് വെച്ചാൽ കാലം നെല്ലിയോ. മുക്കാലും കാലൂടെ കൂട്ടിയാൽ 1. അപ്പൊ എന്ത് കിട്ടി? ഈ 11ന്റെ കൂടെ വീണ്ടും 1 കൂടെ കൂട്ടാം. ഓക്കെ, അവിടെ ഈ ആരെയും അരയോടെ കൂട്ടി, അരയും അരയോടെ കൂടുമ്പോൾ കിട്ടി 1. അപ്പൊ വീണ്ടും ഒരു 1 കൂടെ കിട്ടി. ഓക്കെ, 11 1 12, 12 1 13. ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 13 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 13 ആൻസർ കിട്ടും. ഇതാണ് നോർമൽ കേസ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയേ. 1 3 1 2 3 3 5 8 8 3 11, കാലും മുക്കാലും 1 12, അര 1 13. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് ഇനി ഇത് എങ്ങനെ നോർമൽ കേസ് അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ, ഇത് മിക്സഡ് ഫ്രാക്ഷനിൽ കിടക്കുന്നതിനെ നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം, വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. ഇത് മിശ്ര ഭിന്നത്തിലാണ് കിടക്കുന്നത്. ഓക്കെ ആണേ? മിശ്ര ഭിന്നം എന്ന് വെച്ചാൽ ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടെ കൂടിക്കലർന്ന് നടക്കുന്ന ഭിന്നസംഖ്യ നമ്മൾ വിളിക്കുന്നവരാണ് മിശ്ര ഭിന്നം. അതിനെ നമ്മൾ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. എന്തോടോ വിഷമ ഭിന്നം? വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യയാണ് വിഷമ ഭിന്നം. അതിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക. എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ആദ്യം ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. ആദ്യം ഗുണിക്കുക. അപ്പോൾ ഒരു 4 4 3 കുടുംബത്തിൽ കിട്ടി 7. 7 ഈ ഛേദം അതേപോലെ 4 എടുത്ത് എഴുതണം. ഓക്കെ, പ്ലസ് അടുത്ത ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക. ഈ 2 4 4 1 5 5/2 പ്ലസ് ഗുണിക്കുക, ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. 4 20 1 21
21/4 പ്ലസ് നോക്കിയേ ഇത് ഗുണിക്കുക 2 3 6 1 7 7/2 ഇത്രയും കാര്യം കിട്ടി. അപ്പോൾ നോക്കിയേ 7/4 5/2 21/4 2/7 കിട്ടിയല്ലോ. ഇവിടുത്തെ ഇനി ഛേദങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഛേദം എത്ര 4, ഇവിടുത്തെ ഛേദം 2, ഇവിടുത്തെ 4, ഇവിടെ 2. അപ്പൊ എന്ത് ചെയ്യണം? ഈ 4ന്റെയും 2ന്റെയും LCM കണ്ട 4 2 4 2 ഇപ്പൊ 4 2 4 2 ഇവയുടെ LCM എന്ന് പറയുന്നത് 4 കിട്ടും. 4 2 4 2 ഇവിടെ LCM എത്ര കിട്ടുമോ 4. ഈ ഛേദങ്ങളുടെ LCM കാണണം. ഈ ഛേദങ്ങളുടെ LCM എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 4 ആണ് കിട്ടുന്നത്. ഈ 4ന്റെയും 2ന്റെയും 4ന്റെയും 2ന്റെയും LCM 4 കിട്ടും. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത്? വളരെ എളുപ്പം. ഇതെങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാത്തിൻ്റെയും ഛേദം അങ്ങ് 4 ആക്കി മാറ്റിയേക്കണം. 4 അല്ലാത്തതിനെ 4 ആക്കണം. 4 ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. 4 അല്ലാത്തതിനെ ഛേദം 4 ആക്കണം. ഡിനോമിനേറ്റർ 4 ആക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. 7/4 ഛേദം 4 ആണല്ലോ. ഇനി എന്തെങ്കിലും ആക്കണോ? 4 തന്നെ. ഓക്കെ ആണല്ലോ. പ്ലസ് 5/2 ഈ 2നെയും കൂടെ ഈ ഛേദമായ 2നെയും കൂടെ നമ്മൾ LCM ആയ 4 ആക്കണം. 2 4 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. 2 4 ആക്കണേ 2 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു അതേ സംഖ്യ കൊണ്ട് തന്നെ മേളിലും ഗുണിക്കണം. പ്ലസ് 21/4 ഈ 4നെ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇനി 4 ആക്കേണ്ട 4 തന്നെ. ഓക്കെ ആണല്ലോ. പ്ലസ് 7/2 ഈ 2നെ 4 ആക്കണം. 2 4 ആവണം എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് തന്നെ മേളിലും ഗുണിക്കും. താഴെ നമ്മൾ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ അതിന്റെ വില മാറാതിരിക്കാൻ മേളിലും അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ 7/4 പ്ലസ് 5 10 10/4 പ്ലസ് 21/4 പ്ലസ് 7 14/4. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇതിന്റെ എല്ലാം ചേരും എന്തായി? എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് തുല്യമായി. മനസ്സിലായി? എല്ലാം ചേരും 4 ആയി. ഛേദങ്ങൾ 4 ആയി. ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വരുമ്പോൾ, ഭിന്നസംഖ്യ കൂട്ടുന്നതും കുറയ്ക്കുന്ന കേസിൽ ഛേദങ്ങൾ തുല്യമാണ് എങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട. പൊതുവായിട്ടൊരു ഛേദം എടുത്തുകൊണ്ട് അംശങ്ങൾ കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. ഇപ്പൊ ഇവിടെ എല്ലാം ഛേദം 4 ആയതുകൊണ്ട് പൊതുവായിട്ട് 4 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന അംശമായ 7 പ്ലസ് 10 പ്ലസ് 21 പ്ലസ് 14. ഓക്കെ, 14ഉം 7 കൂടുമ്പോൾ 21 21 21 42 42 10 കൂടുമ്പോൾ 52 52/4 എന്ന് കിട്ടും. 52/4 കിട്ടിയല്ലോ. സംഖ്യ എല്ലാവരുടെ കൂടും 52/4. 52നെ 4 ഉച്ചരിക്കാം. ഓക്കെ, ഒരു 4 ഇഷ്ടം 1 3 4 12 എന്ന് വെച്ചാൽ 52നെ 4 ഉച്ചരിക്കുമ്പോൾ 13 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ രീതി ചെയ്യുന്നതിന്റെ ഏറ്റവും എളുപ്പം ആ രീതി ചെയ്യുന്നതാണ്. ഇനി അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈ 4 മുക്കാലൊക്കെ കൂട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ ഈ രീതി ചെയ്തോ, കുഴപ്പമില്ല. ഇത് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. മീനു തന്റെ യാത്രയുടെ 3/4 ഭാഗം ബസ്സിലും ബാക്കിയുള്ള 5 കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ മീനു ആകെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? ക്വസ്റ്റ്യൻ നോക്കിയേ. മീനു തന്റെ യാത്രയുടെ 3/4 ഭാഗം ബസ്സിലും 3/4 ഭാഗം ബസ്സിലും ബാക്കിയുള്ള 5 കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ മീനു ആകെ സഞ്ചരിച്ച ദൂരം എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കണോ? 3/4 എന്ന് വെച്ചാൽ മുക്കാലല്ലയോ? മുക്കാൽ ഭാഗം അവർക്ക് മൊത്തം സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ 1/4 ഭാഗവും അവർ സഞ്ചരിച്ചിരിക്കുന്നത് ബസ്സിലാണ്. മനസ്സിലായോ? നമ്മളിപ്പോൾ എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പോകുമ്പോൾ ബസ്സിനകത്ത് പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ ഓട്ടോ വിളിച്ച് പോകത്തില്ലേ? അത്രേ ഉള്ളൂ. മനസ്സിലായോ? എന്ന് വെച്ചാൽ മൊത്തം സഞ്ചരിക്കേണ്ട 1/4 ഭാഗം 3/4 ഭാഗവും അവർ സഞ്ചരിച്ചേക്കുന്നത് ബസ്സിലാണ്. പിന്നീടുള്ള 5 കിലോമീറ്റർ, അപ്പം മൊത്തം സഞ്ചരിക്കുന്നത് ഒന്നാണെങ്കിൽ അതിൽ 1/4 ഭാഗവും സഞ്ചരിച്ചേക്കുന്നത് ബസ്സിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/4 ഭാഗമാണ് അവർ ഓട്ടോയിൽ സഞ്ചരിച്ചിരിക്കുന്നത്. 1/4 ഭാഗം. എന്ന് വെച്ചാൽ 1/4 ഭാഗം. ഈ 1/4 ഭാഗം മാത്രമേ അവർ ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, 1/4. ഈ 1/4 ഭാഗമാണ് അവർ ഓട്ടോയിൽ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ മൊത്തം എത്ര സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം എത്ര സഞ്ചരിച്ചു എന്ന് ചോദിക്കാൻ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ നിങ്ങൾ വേണേൽ x എന്ന് എടുത്തു. മൊത്തം സഞ്ചരിച്ച ദൂരം x. ഈ xന്റെ 1/4 ഭാഗം എന്ന് പറയുന്നതാണ്
ഈ 5 കിലോമീറ്റർ. അവർ മൊത്തം സഞ്ചരിക്കുന്ന ദൂരം x ആണ്. ഈ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ 1/4 കാൽഭാഗം, കാരണം മുക്കാൽ അവര് ബസ്സിലാണ് പോയേക്കുന്നത്, അപ്പോൾ കാൽഭാഗമായിരിക്കും അവർ ഓട്ടോയിൽ പോയേക്കുന്നത്. ഈ കാൽഭാഗം എന്ന് പറയുന്നതാണ് 5 കിലോമീറ്റർ. എങ്കിൽ ഈ x എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 1 ഗുണം x 5 കിലോമീറ്റർ. വരയുടെ താഴെയാണ് 4 കിടക്കുന്നത്. ഇത് ഹരിച്ചു വെക്കുക, അപ്പുറത്താകുമ്പോൾ ഗുണിക്കണം. വരയുടെ മേളിൽ ഇപ്പോൾ 1നെ x കൊണ്ട് ഗുണിച്ചാൽ 1 x തന്നെ കിട്ടും. അതുകൊണ്ട് 1 അവിടെ ഇല്ലാതായി പോകും, അത് പോട്ടെ. ബാക്കി എന്താണ്, ഈ 4 ഇവിടെ ഹരിച്ചു വെക്കുക, അപ്പുറത്താകുമ്പോൾ ഗുണിക്കണം. അപ്പോൾ ഇൻറ്റു 4. അപ്പോൾ x I4 20 കിലോമീറ്റർ ആണ് അവരെന്ത് സഞ്ചരിച്ചിരിക്കുന്നത്, മൊത്തം യാത്ര ചെയ്തിരിക്കുന്നത് 20 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അവർ ബസ്സിൽ എത്ര, ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി ബസ്സിൽ അവർ എത്ര സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം സഞ്ചരിക്കുന്നത് 20 കിലോമീറ്റർ എന്ന് കിട്ടിയില്ലയോ. 20ന്റെ മുക്കാൽ ഭാഗം എന്ന് വെച്ചാൽ 15 കിലോമീറ്റർ. 20ന്റെ മുക്കാൽ ഭാഗം, ഒരു 4 I4 20 3 5 15. ഈ 15 കിലോമീറ്റർ ദൂരം അവർ ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ട്. 5 കിലോമീറ്റർ ദൂരം അവർ ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. മൊത്തം അവർ 20 കിലോമീറ്ററും സഞ്ചരിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 20 കിലോമീറ്റർ ആണ് മൊത്തം സഞ്ചരിച്ചിരിക്കുന്നത്. ഇനി ബസ്സിൽ സഞ്ചരിച്ച് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മൊത്തം കിട്ടുന്ന 20 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, 15 കിലോമീറ്റർ. ഇനി ബസ് മാത്രം സഞ്ചരിച്ചിരിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ മറ്റൊരു മാർഗ്ഗം ഉണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മൊത്തം കണ്ടുപിടിക്കാതെ നമുക്ക് ചെയ്യാം. ബസ്സിൽ ഒരു മീനും തൻ്റെ യാത്രയുടെ 3/4 ഭാഗം ബസ്സിലും ബാക്കിയുള്ള ഭാഗം 5 കിലോമീറ്റർ ദൂരം ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത്. എങ്കിൽ മീനു ബസ്സിനകത്ത് എത്ര സഞ്ചരിച്ചു എന്ന് വെച്ചാൽ 4/1 ഭാഗമാണ് 5 കിലോമീറ്റർ. അപ്പോൾ 4/2 ഭാഗം, 4/1 ഭാഗം 5 കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ 4/2 ഭാഗം എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ 4/3 ഭാഗം എന്ന് പറയുന്നത് 15 കിലോമീറ്റർ. മനസ്സിലായോ? 4/1 ഭാഗം 5 കിലോമീറ്റർ, 4/2 ഭാഗം 10 കിലോമീറ്റർ, 4/3 ഭാഗം 15 കിലോമീറ്റർ. ഇത്രയും കാര്യമുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത്രയും കണ്ടുപിടിക്കണമെന്നില്ല. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് മൊത്തം എത്ര സഞ്ചരിച്ചു എന്ന് വെച്ചാൽ മൊത്തം നമ്മൾ കാൽ ഭാഗം 5. മനസ്സിലായോ? കാൽ ഭാഗം 5, അരഭാഗം 10, മുക്കാൽ ഭാഗം 15, ഫുൾ ഭാഗം 20. അങ്ങനെ വേണമെങ്കിലും മനസ്സിൽ വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിൽ ഇങ്ങനെ എണ്ണി എടുക്കാം. കാൽ ഭാഗം 5 കിലോമീറ്റർ, അപ്പോൾ അരഭാഗം 10 കിലോമീറ്റർ, മുക്കാൽ ഭാഗം 15 കിലോമീറ്റർ, ഇപ്പോൾ ഫുൾ ഭാഗം 20 കിലോമീറ്റർ ആണ്. ക്ലിയർ ആണോ? അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ മൊത്തം സഞ്ചരിച്ച് ദൂരം എക്സിൻ്റെ 1/4 ഭാഗം 5 കിലോമീറ്റർ. അപ്പോൾ x തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, ആൻസർ 20 കിട്ടും. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 20, അതിന് മുകളിൽ 18, അതിന് മുകളിൽ 16 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ 2 സോപ്പുകൾ മാത്രമാണ് എങ്കിൽ ആകെ എത്ര വരികളുണ്ട്? ഓക്കെ, ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും താഴത്തെ വരിയിൽ 20 സോപ്പ്, അതിന് മുകളിലത്തെ വരിയിൽ 18 സോപ്പ്, അതിന് മുകളിൽ 16 സോപ്പ്, ഏറ്റവും മുകളിലത്തെ വരിയിൽ 2 സോപ്പ് എങ്കിൽ ആകെ എത്ര വരികളുണ്ട്? അല്ലയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഏറ്റവും മുകളിലത്തെ വരിയിൽ 20 സോപ്പ്, അല്ല ഏറ്റവും താഴത്തെ വരിയിൽ 20 സോപ്പ്, അതിന് മുകളിലത്തെ വരിയിൽ 18 സോപ്പ്, അതിന് മുകളിൽ 16 എക്സെട്ര. ഇങ്ങനെ പോയി അവസാന വരിയിൽ 2 സോപ്പ് എങ്കിൽ എത്ര വരികളുണ്ട്? ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ വരി, ഇത് രണ്ടാമത്തെ വരി, ഇത് മൂന്നാമത്തെ വരി. ഇങ്ങനെ എണ്ണി 2 എണ്ണുന്നത് എത്രാമത്തെ വരിയാണെന്ന് ഇതാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും താഴത്തെ വരി 20 സോപ്പ്, അതിൻ്റെ മുകളിലത്തെ രണ്ടാമത്തെ വരി, ഇത് മൂന്നാമത്തെ വരി, 4 5 എണ്ണി ഈ 2 എണ്ണുന്നത് എത്രാമത്തെ വരിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാര്യമൊന്നുമില്ല. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP സമാന്തര ശ്രേണി എന്നൊക്കെ പറയും. മനസ്സിലായല്ലോ? അതിനകത്ത് എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എണ്ണം അതാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് Tn മൈനസ് T1 ബൈ D പ്ലസ് 1. Tn മൈനസ് T1 ബൈ D പ്ലസ് 1. മനസ്സിലായോ? Tn എന്തുവാ? Tn അവസാനത്തെ സംഖ്യ, T1 എന്തുവാ? ആദ്യത്തെ സംഖ്യ, D എന്തുവാ? പൊതു വ്യത്യാസം. എത്ര വീതം കൂടി പോകുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അപ്പോൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Tn അവസാനത്തെ വരി. Tn നമ്മൾ എഴുതുന്നതിൽ അവസാനത്തെ വരി വേണം. ക്വസ്റ്റിനകത്ത് എന്ത് കഞ്ഞാവും പറഞ്ഞോട്ടെ, അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ക്വസ്റ്റിനകത്ത് അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ. നമ്മൾ എഴുതിയാൽ ഏറ്റവും അവസാനം എഴുതിയേക്കുന്നത് നിങ്ങൾ എന്നാട്ടെ, അവസാനം Tn ആയിട്ട് എഴുതിയാൽ മതി. ഇത് T1, ഇത് Tn. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് T1 എന്ന് പറഞ്ഞാൽ 20, Tn അവസാനത്തെ വരി 2. ഓക്കെ, Tn അപ്പോൾ അവസാനം 2, T1 20, Tn 2. D പൊതു വ്യത്യാസം. എങ്ങനെ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുന്നത്?
ഒരു സംഖ്യയിൽ നിന്ന് തൊട്ട് മുന്നിലത്തെ സംഖ്യ അങ്ങ് കുറച്ച് വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് അതിന് തൊട്ട് മുന്നിലത്തെ സംഖ്യ നിങ്ങൾ നോക്കിയേ ഇവിടുത്തെ ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 18ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 20 കുറച്ചാൽ മതി. 18ൽ നിന്ന് 20 കുറച്ചാൽ -2 മനസ്സിലാവുന്നുണ്ടല്ലോ. 20ൽ നിന്ന് 18 കുറയ്ക്കുമ്പോഴാണ് 2. 18ൽ നിന്ന് 20 കുറച്ചാൽ ഒരു പ്ലസ് സംഖ്യയോ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അതാണ് റൂള്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ എന്ത് ചെയ്യണം? 20ൽ നിന്ന് 18ൽ നിന്ന് 20 കുറയ്ക്കുക. വലിയ സംഖ്യ 20 ആണ്ട് 20ൽ നിന്ന് 18 കുറച്ചു 2. വലിയ സംഖ്യ 20, അതിന്റെ ചിഹ്നം മൈനസ് ആണ്ട് -2 കിട്ടി. ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യാൻ പോവാം. നോക്കിയോ, എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി എൻ എന്ന് പറയുന്നത് 2. Tn അവസാനം കിടക്കുന്ന സംഖ്യ 2 മൈനസ് T1 ആദ്യം കിടക്കുന്ന സംഖ്യ 20 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ -2 +1. ഈ +1 കഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ബ്രാക്കറ്റ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ +1ന്റെ ഓപ്പറേഷനിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വീണ്ടും 20 - 20 ഇവിടെ ഇതേ റൂൾ തന്നെ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതെത്ര? 20. ചെറുതെത്ര? 2. 20ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ഇതിന്റെ ബാലൻസ് ആയിരുന്നു. 20ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 18 കിട്ടും. വലുതിന് മൈനസ് ആയിട്ട് -18 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ എന്തുകൊണ്ട്? -2 +1 എന്ന് കിട്ടും. -2 +1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? -2 +1. ഓക്കെ, ഇനി എന്ത് വേണം? മൈനസും കൂടെ ഡിവൈഡ് ആവും. മൈനസിനെ മൈനസ് കൊണ്ട് ഹരിച്ചു. മൈനസും കൂടെ ഹരിക്കുമ്പോൾ പ്ലസ് ആയി പോവും. 18നെ 2 വെച്ച് ഹരിക്കും. 18 2 വെച്ച് ഹരിക്കുമ്പോൾ 3 9 എന്ന് കിട്ടി. 9 + 1 എന്ന് 3 10 എന്ന് കിട്ടി. ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. ഒന്നുകൂടെ പറയാ, 20 18 16 എക്സെട്ര 2 ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന സോപ്പുകൾ അടുക്കി വെച്ചേക്കുന്നു എങ്കിൽ ഇതിനകത്ത് ആകെ എത്ര വരികളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണമാണ്, എന്നാണ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കൽ ഇക്വേഷൻ Tn - T1/D+1. Tn അവസാന പദം, T1 ആദ്യത്തെ പദം, D പൊതുവ്യത്യാസം 2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 2 - 20 ഡിവൈഡഡ് ബൈ -2. 2 20 കുറച്ചാൽ -18. -18 ഡിവൈഡഡ് ബൈ -2 എന്ന് വെച്ചാൽ മൈനസ് ക്യാൻസൽ ആയി പോകും. 9 18 2 വെച്ച് 9 കിട്ടും. ഇത് ഇവിടുത്തെ ഹരണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന 1 കൂട്ടാവുള്ളൂ. ഇവിടുത്തെ ആൻസർ 10 വരികളാണുള്ളത്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 1 3 7 15 ഡാഷ്. ക്വസ്റ്റ്യൻ നോക്കിയേ, 1 3 7 15 അടുത്ത സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് സിമ്പിൾ. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ വ്യത്യാസം ഇത് നമ്മളെ വ്യത്യാസം നോക്കിയേ. 1 3 തമ്മിലുള്ള വ്യത്യാസം എത്ര? 2. 3 7 തമ്മിലുള്ള വ്യത്യാസം എത്ര? 4. 7 15 തമ്മിലുള്ള വ്യത്യാസം എത്ര? 8. ഓക്കെ ആണല്ലോ? നോക്കിയേ, ഇവിടെ 2 കൂടി, പിന്നെ 4 കൂടി, പിന്നെ 8 കൂടി. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാം, ഇനി അപ്പൊ എത്ര ആയിരിക്കും കൂടുന്നത്? 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 8. അപ്പോൾ 8ന്റെ ഇരട്ടിയായ 16 ആയിരിക്കത്തില്ലേ ഇവിടെ കൂടുന്നത്? ഈ കൂടുന്നത് എങ്ങനാ? ഈ കൂടുന്നതിന്റെ കൂടെ എന്തുകൊണ്ട് ഇതിലൂടെ കൂട്ടണം. ഈ 2 കൂടിയ 2 ഒന്നുകൂടെ കൂട്ടിയാണ് 3. അതേപോലെ 4 കൂടിയ 4 3 കൂട്ടിയാണ് 7. 8 കൂടിയ 8 7 കൂടെ കൂട്ടുമ്പോഴാണ് 15. അപ്പോൾ 16 കൂടിയാൽ 16 15 കൂടെ കൂട്ടി വേണം നമ്മൾ ആൻസർ ആയിട്ട് എടുക്കാൻ. അപ്പോൾ 16 + 15 31 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത് എത്രയാണ്? 31. 16 + 15 = 31 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. 2 കൂടി 4 കൂടി 8 കൂടി 16 കൂടി. ഓക്കെ ആണോ? യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് അനുവിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. അനുവിൻ്റെ വയസ്സിൻ്റെ 1/3 അനുവിൻ്റെ അനിയത്തിയുടെ പ്രായം. അനിയത്തിക്ക് 3 വയസ്സെങ്കിൽ അനുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് എത്ര? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ അനുവിൻ്റെ അച്ഛൻ്റെ പ്രായം അനുവിൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. എന്നുവെച്ചാൽ അനുവിന് എത്ര വയസ്സുണ്ടോ അതിൻ്റെ 4 മടങ്ങ് അച്ഛന് പ്രായമുണ്ട്. ഇനി എന്താ പറയുന്നത്? അനുവിൻ്റെ പ്രായത്തിൻ്റെ 1/3 അനിയത്തിയുടെ പ്രായം എന്ന് പറയുന്നുണ്ട്. അനിയത്തിക്ക് ഇവിടെ 3 വയസ്സുണ്ടെങ്കിൽ അച്ഛൻ്റെ പ്രായം എത്ര? ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനുവിൻ്റെ അച്ഛൻ്റെ പ്രായം അനുവിൻ്റെ വയസ്സ് എത്ര? അതിൻ്റെ 4 മടങ്ങ് അച്ഛന് വയസ്സുണ്ട്. ഇനി അനിയത്തിയുടെ പ്രായം അനുവിൻ്റെ വയസ്സിൻ്റെ 1/3 മാത്രമേ ഉള്ളൂ. അനിയത്തിക്ക് 3 വയസ്സുണ്ട്. മനസ്സിലായോ? എങ്കിൽ അനുവിന് എത്ര വയസ്സുണ്ട്? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാൻ ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും ബാക്കിൽ നിന്നേ ചെയ്ത് കയറാം, ഏറ്റവും പുറയുന്നേ ചെയ്ത് കയറാവുള്ളൂ.
മുന്നിൽ നിന്ന് ഒരിക്കലും ചെയ്ത് കയറാൻ നോക്കിയാൽ നിങ്ങൾക്ക് കണക്ക് തെറ്റും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ബാക്കിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തരണം. എങ്ങനെ നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്ന് ചെയ്ത് തരണമെന്ന് വെച്ചാൽ അവസാനം പറയുന്ന വ്യക്തി ആരാ? അനുവിന്റെ അനിയത്തിക്ക് 3 വയസ്സുണ്ടെന്നാണ് നമ്മൾ ലാസ്റ്റ് പറയുന്നത്. അപ്പൊ അവിടാണ് നമുക്ക് കയറിപ്പോകാനുള്ള ക്ലൂ അവിടെ കിടപ്പുണ്ട്. അവിടെ നിന്നാണ്. അപ്പൊ അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? 3 വയസ്സുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതും സിസ്റ്ററിന്റെ വയസ്സെന്ന് പറഞ്ഞാൽ 3 വയസ്സ്. അനിയത്തിയുടെ പ്രായം അനുവിന്റെ പ്രായത്തിന്റെ 1/3 ഉള്ളെന്നാ പറയുന്നേ. 1/3, 1/3 ഉള്ള അനിയത്തിയുടെ പ്രായം. ആരുടെ പ്രായത്തിന്റെ? അനുവിന്റെ പ്രായത്തിന്റെ. എങ്കിൽ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചേ, അനിയത്തിയുടെ പ്രായത്തിന്റെ 3 മടങ്ങായിരിക്കത്തില്ലയോ അനുവിന്റെ പ്രായം എന്ന് പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അനിയത്തിയുടെ പ്രായത്തിന്റെ 3 മടങ്ങായിരിക്കും അനുവിന്റെ പ്രായം. അതുകൊണ്ടല്ലേ അനുവിന്റെ പ്രായത്തിന്റെ 1/3 അനിയത്തിയുടെ പ്രായം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വയസ്സിന്റെ ഇരട്ടിയാണ് എൻ്റെ അച്ഛൻ്റെ വയസ്സ്. ഇപ്പൊ എനിക്ക് ഉദാഹരണം, എനിക്കൊരു 25 വയസ്സ്, എൻ്റെ അച്ഛൻ 50 വയസ്സുണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് 25 വയസ്സ്, എൻ്റെ അച്ഛൻ 50 വയസ്സും. അപ്പൊ എൻ്റെ വയസ്സിന്റെ ഇരട്ടിയാണ് എൻ്റെ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എനിക്ക് തിരിച്ചും പറഞ്ഞുകൂടായോ? അച്ഛൻ്റെ വയസ്സിന്റെ പകുതിയാണ് എൻ്റെ വയസ്സെന്ന്. അച്ഛൻ 50 വയസ്സുണ്ട്, അതിൻ്റെ പകുതിയാണ് എൻ്റെ വയസ്സ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സിന്റെ പകുതിയാണ് എൻ്റെ വയസ്സെന്ന് പറയുന്നതും എൻ്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ? അതേപോലെ തന്നെ അനുവിന്റെ വയസ്സിന്റെ 1/3 സിസ്റ്ററിന്റെ വയസ്സെന്ന് പറയുന്നതും സിസ്റ്ററിന്റെ വയസ്സും അനുവിന്റെ വയസ്സ് സിസ്റ്ററിന്റെ വയസ്സിന്റെ 3 മടങ്ങാവെന്ന് പറയുന്നതും ഒന്ന് തന്നെ, 3 മടങ്ങാവുന്നതും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അനുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് സിസ്റ്ററിന്റെ വയസ്സിന്റെ 3 മടങ്ങായിരിക്കും. 3 മടങ്ങെന്ന് വെച്ചാൽ ആ സിസ്റ്ററിന് എത്ര വയസ്സുണ്ട്? 3 വയസ്സുണ്ട്. അതിന്റെ 3 മടങ്ങ് എത്ര? 9 വയസ്സ്. 9ന്റെ 3/1 3. നിങ്ങൾ നോക്കിയേ, 9ന്റെ 3/1 നോക്കിയേ. 9ന്റെ 3/1 1/3, ഒരു 3 3 3 9 3 വയസ്സ് നീട്ടത്തില്ലയോ? അനുവിന്റെ വയസ്സിന്റെ 1/3 സിസ്റ്റർ വയസ്സ്. അപ്പൊ സിസ്റ്ററിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ് അനുവിന്റെ വയസ്സ്. ഇനി എന്താണ്? നമുക്കിതൊന്നും അല്ല വേണ്ടത്. അച്ഛന്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛന്റെ വയസ്സ്, ഫാദറിന്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫാദറിന്റെ വയസ്സെന്ന് പറയുന്നത് അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 മടങ്ങാണെന്നല്ലേ ഉള്ളൂ പറയുന്നത്. അനുവിന് എത്ര വയസ്സുണ്ട് അതിന്റെ 4 മടങ്ങ് അനുവിന്റെ അച്ഛന് വയസ്സുണ്ട്. മനസ്സിലായല്ലോ? അനുവിന്റെ വയസ്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. എത്ര വയസ്സാ? 9 വയസ്സെന്ന് കണ്ടുപിടിച്ചു. ഈ 9ന്റെ 4 മടങ്ങ്, 9ന്റെ 4 മടങ്ങ് എത്ര? 36 വയസ്സാണ് അച്ഛൻ്റെ വയസ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഏറ്റവും ബാക്കിൽ, ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും ബാക്കിൽ നിന്നേ ചെയ്ത് കയറാവുള്ളൂ. ഏറ്റവും ബാക്കിൽ അനുവിന്റെ വയസ്സ് 3. അനുവിന്റെ വയസ്സിന്റെ 1/3 അല്ല, സോറി, അനുവിന്റെ വയസ്സിന്റെ സിസ്റ്ററിന്റെ വയസ്സ് 3 വയസ്സ്. സിസ്റ്ററിന്റെ വയസ്സിന്റെ 1/3 അനുവിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അനുവിന്റെ വയസ്സ് സിസ്റ്ററിന്റെ 3 മടങ്ങായിരിക്കും. അപ്പൊ 3ന്റെ 3 മടങ്ങ് 9 അനുവിന്റെ വയസ്സ് കിട്ടി. അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ് അച്ഛന്റെ വയസ്സ് എന്ന് വെച്ചാൽ 9ന്റെ 4 മടങ്ങ് 36 വയസ്സ്. അച്ഛന്റെ വയസ്സ് 36 ആണ്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1,4,9,16 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1, 4, 9, 16 അടുത്ത സംഖ്യ ഏത്? കണ്ടല്ലോ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇതൊക്കെ വളരെ എളുപ്പമാണ്. എളുപ്പം എന്ന് വെച്ചാൽ വളരെ എളുപ്പം, ഒന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നോളജ് ഉള്ളതിനെ 1 സെക്കൻഡുകൾക്ക് ഇവിടെ ആൻസർ ഇവിടെ എഴുതിയിടും. ഓക്കെ, നമുക്ക് നോക്കാം. 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ നോർമൽ കേസ് നമുക്ക് വരാമല്ലോ. 1, 2, 3, 4 കഴിഞ്ഞ് അടുത്ത് വരാനുള്ള സംഖ്യ ഏതായിരിക്കും? 5. അപ്പോൾ എന്തായിരിക്കും? 5ന്റെ സ്ക്വയർ എത്ര? 5ന്റെ സ്ക്വയർ എത്ര? 25. അതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ്. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ. എങ്കിൽ അടുത്ത വരാൻ പോകുന്നത് 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. നമ്മുടെ അടുത്ത സംഖ്യ 25. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൂട്ടത്തിൽ പെടാത്തതേത്? ത്രികോണം, വൃത്തം, ചതുരം, സമചതുരം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് കൂട്ടത്തിൽ പെടാത്തത് ത്രികോണം, വൃത്തം, ചതുരം, സമചതുരം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൂട്ടത്തിൽ പെടാത്തത് വൃത്തമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണത്തിനും, ഈ ത്രികോണമായാലും ചതുരമായാലും സമചതുരമായാലും ഇതിനെല്ലാം വശങ്ങളുണ്ട്. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ടെന്ന് വെച്ചാൽ 3 വശങ്ങളാണുള്ളത്. 3 സൈഡ്സ് ആണുള്ളത്. ചതുരത്തിന് എത്ര? 4 വശങ്ങൾ. സമചതുരത്തിന് എത്ര? 4 വശങ്ങൾ. ഇതിനെല്ലാം വശങ്ങളുണ്ട്. വശങ്ങളോട് കൂടിയ രൂപമാണ്. മനസ്സിലായല്ലോ? വശങ്ങളോട് കൂടിയ രൂപമാണ് ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, വശങ്ങളോട് കൂടിയ ദ്വിമാന രൂപം. മനസ്സിലായോ? 2D എന്നൊക്കെ, 2 ഡയമെൻഷൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. 2D ദ്വിമാന രൂപം. മനസ്സിലായല്ലോ? ഓക്കെ, വശങ്ങളോട് കൂടിയ ദ്വിമാന രൂപമാണ് ത്രികോണം, ചതുരം, സമചതുരം. വൃത്തം ദ്വിമാന രൂപമാണ്, പക്ഷെ വശങ്ങളില്ല. മനസ്സിലായല്ലോ? വശങ്ങളില്ലാത്തത് കൊണ്ട് ഇതാണ് ഇതിൽ വ്യത്യസ്തമായത്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ആദ്യത്തെ 7 ഒറ്റസംഖ്യകളുടെ ശരാശരി എന്ത്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ 7 ഒറ്റസംഖ്യകളുടെ ശരാശരി എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യന് തന്നെ ആൻസർ ഉണ്ട്. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ ശരാശരി n തന്നെയായിരിക്കും. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ 7 ഒറ്റസംഖ്യ എന്നല്ലയോ n ഒറ്റസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? n എന്ന് പറയുന്നത് 7 ഒറ്റസംഖ്യയുടെ കേസാണ്. ഒറ്റസംഖ്യയുടെ ആദ്യത്തെ n ഒറ്റസംഖ്യയുടെ ശരാശരി n തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ 7 ഒറ്റസംഖ്യയുടെ ശരാശരി 7 തന്നെയാണ്. ആദ്യത്തെ n ഒറ്റസംഖ്യയുടെ തുക എത്രയാണെന്ന് വെച്ചാൽ ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക എത്രയാണെന്ന് വെച്ചാൽ n² ആണ്. ആദ്യത്തെ n ഒറ്റസംഖ്യയുടെ തുക എന്താണ്? n² ആണ്. n² എന്നാണ് ഒറ്റസംഖ്യയുടെ തുക. അപ്പോൾ n² എന്ന് പറയുന്നതാണ് നമുക്ക് എന്തോ ഇതിന്റെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് എന്തോ 7ന്റെ n = 7. അപ്പോൾ തുക ചോദിച്ചാൽ n². 7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 49. തുക എന്ന് വെച്ചാൽ 49. ഇവിടെ തുകയല്ല ചോദിച്ചേക്കുന്നത്, ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോർമൽ കേസ് അറിയാമല്ലോ, ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? തുക ബൈ എണ്ണം. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. തുക എന്ന് പറയുന്നത് n², എണ്ണം എന്ന് പറയുന്നത് n. n² n കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു n ഉം ഈ 2 n-നകത്തും ഒരു n ഉം ക്യാൻസൽ ആയി പോകും. n² എന്ന് വെച്ചാൽ n × n ആണ് n² എന്ന് പറയുന്നത്. അതിലെന്താ ഒരു n ഉം താഴത്തെ ഒരു n കൂടെ ക്യാൻസൽ ആയി പോയാൽ ബാക്കി എത്ര ഉണ്ട്? ഒരു n ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 7 ഒറ്റസംഖ്യയുടെ ശരാശരി എന്ത് തന്നെ? 7 തന്നെയാണ്. n ഒറ്റസംഖ്യയുടെ ശരാശരി n തന്നെ എന്ന് പറയുന്ന പോലെ 7 ഒറ്റസംഖ്യയുടെ ശരാശരി 7 തന്നെയാണ്. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ക്വസ്റ്റ്യൻ നോക്കിയേ. 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മണിക്കൂറിൽ 5 കിലോമീറ്റർ, 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60 km/h. ഓക്കെ ആണല്ലോ? 60 അതിന്റെ സ്പീഡാണ് പറയുന്നത്. സ്പീഡ് എന്ന് വെച്ചാൽ 60 km/h. 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന, ശ്രദ്ധിച്ചോളാം, 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ടൈം പറയുന്നുണ്ട്. ടൈം എന്ന് വെച്ചാൽ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ദൂരം എത്രയാണ്? ദൂരം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ടൈം ഇൻറ്റു സ്പീഡാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ടൈം ഇൻറ്റു സ്പീഡാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കറിയാലോ DTS ഉണ്ട്. DTS 3 ഇക്വേഷൻസ് ആണ്. ഡി ഡിസ്റ്റൻസ്, ടി ടൈം, എസ് എന്ന് വെച്ചാൽ സ്പീഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എങ്ങനെ തപ്പി പിടിച്ചാൽ മതി? വേണ്ട, ടൈം ഇൻറ്റു സ്പീഡ്. ടൈം ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ടി എങ്ങനെ തപ്പി പിടിച്ചാൽ മതി? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എസ് എങ്ങനെ തപ്പി പിടിച്ചാൽ മതി? ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കിവിടെ വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡി എങ്ങനെ തപ്പി പിടിക്കുക? ടി ഇൻറ്റു എസ്, ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റുകൾ കറക്റ്റ് ആണോ എന്നുള്ളത് വളരെ ഉറപ്പുവരുത്തണം. ശ്രദ്ധിച്ചോണം, യൂണിറ്റുകൾ കറക്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റിൽ ചേഞ്ച് ചെയ്തില്ലേ നല്ല ചിമിട്ടം പണി കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഡിസ്റ്റൻസ് ഈക്വൽ ടു ടൈമിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ അവറാ. സ്പീഡിന്റെ യൂണിറ്റ് km/h. ഈ km/hഉം അവറും തമ്മിൽ ചേരും. km/h അവറും തമ്മിൽ ചേരും. ആ യൂണിറ്റുകൾ തമ്മിൽ ചേരും. മീറ്ററും സെക്കൻഡ്, മീറ്റർ/സെക്കൻഡ്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അവറും km/hഉം തമ്മിൽ ചേരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഡയറക്റ്റ് ആൻസർ അങ്ങ് ചെയ്യാം. ടൈം എന്ന് വെച്ചാൽ 5 മണിക്കൂർ ഇൻറ്റു സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h. 60 km/h. ആ ടൈം എന്ന് വെച്ചാൽ 5 മണിക്കൂറും സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h. ഈ കിലോമീറ്റർ ഡിവൈഡഡ് ബൈ അവറിനെയാണ് നമ്മൾ km/h എന്ന് എഴുതുന്നത്. ഈ അവർ ഡിവൈഡഡ് ബൈയിലാണ് കിടക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഈ അവർ കിടക്കുന്നത് ഡിവൈഡഡ് ബൈയിലാണ്. അപ്പൊ ഈ അവർ ഡിവൈഡഡ് ബൈയിലും ഈ അവർ ഇൻഡുലായുണ്ട്. ഈ അവരോട് നമുക്ക് ക്യാൻസൽ ആയി പോകും. പിന്നെ ഒക്കെ ഉണ്ട് 5 × 6 30 300 കിലോമീറ്റർ എന്നിട്ട് എത്ര ഇട്ടോ? 300 കിലോമീറ്റർ. അപ്പൊ എന്താ? സ്പീഡ് 60 km/h, ടൈം 5 മണിക്കൂർ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 5 × 60 300 കിലോമീറ്റർ. ഇനി നോർമൽ കേസിൽ ചിന്തിച്ചാൽ km/h എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മണിക്കൂറിൽ ആ വാഹനം സഞ്ചരിക്കുന്ന കിലോമീറ്റർ ആണ് km/h. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു, ഒരു മണിക്കൂർ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അതാണ് എൻ്റെ km/h. ഈ 60 km/h എന്ന് വെച്ചാൽ ഈ വാഹനം ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? എങ്കിൽ അത് 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ, 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ, 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ, 4 മണിക്കൂറിൽ 240 കിലോമീറ്റർ, 5 മണിക്കൂർ
മണിക്കൂറിൽ 300 കിലോമീറ്റർ. അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ പരീക്ഷയിൽ ഇപ്പോൾ ഇതേപോലെ പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഇനി ആർക്കും അറിഞ്ഞുകൂടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോർമൽ കേസിൽ ചെയ്യാവുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഓക്കെ ആണല്ലോ. അല്ലാതെ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഓക്കെ ആണോടോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 91 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ച് കൂട്ടുന്നത് ഡാഷ് × 15 തുല്യമാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ഇവിടെ 91 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ച് കൂട്ടുന്നത് ഡാഷിൻ്റെ എന്ന് വെച്ചാൽ ഈ ഡാഷിൻ്റെ അടുത്ത് വരുന്ന ഏതോ ഒരു സംഖ്യയെ 15 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഈ 91 15 കൂടെ ഗുണിച്ചിട്ട് കൂട്ടുന്നതും 81 15 കൂടെ ഗുണിച്ചിട്ട് കൂട്ടുന്നതും 10 15 കൂടെ ഗുണിച്ചിട്ട് കൂട്ടുന്നത് ഏതോ ഒരു സംഖ്യയും 15 കൂടെ ഗുണിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് പറഞ്ഞ ആ ഓർഡറിൽ ഒന്ന് ഗുണിച്ചൊന്ന് കൂട്ടി വെക്കാം. 91 × 15 ഇത് ഗുണിച്ചിട്ട് കൂട്ടുന്നതും അതേപോലെ തന്നെ 89 × 15 ഇത് ഗുണിച്ചിട്ട് കൂട്ടുന്നതും അതേപോലെ തന്നെ 10 × 15 ഇത് ഗുണിച്ചിട്ട് കൂട്ടുന്നതും എന്തെന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഏതോ ഒരു സംഖ്യയുടെ കൂടെ 15 ഗുണിച്ച് കൂട്ടുന്നതിന് തുല്യമാണെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡാഷിൻ്റെ അടുത്ത് ഏത് നമ്പർ വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങളൊന്ന് നോക്കിയേ. 91 × 15 പ്ലസ് അതേപോലെ 89 × 15 പ്ലസ് 10 × 15 ഇങ്ങനെ ഇത് ഗുണിച്ചിട്ട് കൂട്ടുക. അപ്പം നിങ്ങൾ നോക്കണം, ഈ പ്ലസിൻ്റെ ഇപ്പുറത്തൊരു 15 ഉണ്ട്, പ്ലസിൻ്റെ അപ്പുറത്തൊരു 15 ഉണ്ട്. ഈ പ്ലസിൻ്റെ ഇപ്പുറത്തൊരു 15 ഉണ്ട്, പ്ലസിൻ്റെ അപ്പുറത്തൊരു 15 ഉണ്ട്. ഈ പ്ലസിൻ്റെ അപ്പുറത്തൊരു 15 ഉണ്ട്. പ്ലസിന് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ മൈനസിന് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ നമുക്ക് കോമൺ ആയിട്ട് സംഖ്യകൾ വെളിയിലെടുക്കാം. പ്ലസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോ മൈനസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോ കോമൺ എടുക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചോണം. പ്ലസിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോ മൈനസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോ നമുക്ക് സംഖ്യകൾ കോമൺ എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പം നോക്കിയേ, ഈ പ്ലസിൻ്റെ ഇപ്പുറത്തൊരു 15, ഇപ്പുറത്തൊരു 15, ഇവിടെ ഒരു 15, ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്നും ഒരു കോമൺ ആയിട്ടൊരു 15 നമ്മളങ്ങ് വെളിയിലെടുത്തു. 15 വെളിയിലെടുത്താൽ പിന്നെന്തുകൊണ്ട്? ഈ 15 പോയാൽ 15ൻ്റെ കൂടെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ചിട്ടുണ്ടോ നോക്കണം. 15 പോയാൽ 15ൻ്റെ കൂടെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ 15ൻ്റെ കൂടെ ഒരു 91 ഗുണിച്ചിട്ടുണ്ട്. ആ 91 അങ്ങ് എഴുതണം. പിന്നെ ഈ പ്ലസ് ചിഹ്നം അത് കൊടുക്കണം. ഇവിടുന്ന് 15 പോയാൽ ആ 15ൻ്റെ കൂടെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ചിട്ടുണ്ടോ നോക്കണം. ഗുണിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ എത്ര? 89 ഗുണിച്ചിട്ടുള്ളത്. ആ 89 അങ്ങ് എഴുതണം. 89. ഓക്കെ, 89. 89. ഓക്കെ, പ്ലസ് ഇവിടുന്ന് ഒരു 15 പോയാൽ 15 എടുത്തുകൊണ്ട് പോയാൽ പിന്നെ അവിടെ നിന്നുണ്ട് ആ 15ൻ്റെ ഗുണിച്ചേക്കുന്ന എത്ര? 10. അതങ്ങ് കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഇവിടുന്ന് ഒരു 15 പോയാൽ അതിൻ്റെ കൂടെ ഗുണിച്ചേക്കുന്ന 91, ഇവിടുന്ന് ഒരു 89 പോയാൽ അല്ല 15 എടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ കൂടെ ഗുണിച്ചേക്കുന്ന 89, പിന്നെ എന്തുവാ ഇവിടുന്ന് ഒരു 15 പോയാൽ അതിൻ്റെ കൂടെ ഗുണിച്ചേക്കുന്ന 10. എന്നിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് അങ്ങ് കൊടുക്കും ഇതിന്. ബ്രാക്കറ്റ്. ഓക്കെ, ഈ ബ്രാക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഈ 15നെ അകത്തേറ്റി ഓരോ സംഖ്യയും ഗുണിക്കുകയാണ്. ഈ ബ്രാക്കറ്റ് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 15 കൊണ്ട് 91നെയും 89നെയും 10നെയും ഗുണിച്ചേ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ ഈ ബ്രാക്കറ്റ്, അപ്പോൾ ബ്രാക്കറ്റ് പൊളിക്കുന്ന എങ്ങനെ? 15 × 91 കേട്ടോ. 15 × 91 പ്ലസ് പ്ലസ് 15 × 89 ഉണ്ട്. 15 × 89 പ്ലസ് ഉണ്ട്. പ്ലസ് 15 × 10 ഉണ്ട്. 15 × 10. അപ്പോൾ ഇത് അകത്തേറ്റി ഓരോ സംഖ്യയും ഗുണിച്ചാൽ ഈ ഉത്തരം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ഉത്തരത്തിനകത്ത് മാറ്റമൊന്നുമില്ല, ഇതിൻ്റെ വിലയൊന്നും മാറുന്നില്ല. രൂപം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. രൂപം മാറ്റിയെന്നേ ഉള്ളൂ, വില മാറുന്നില്ല അവിടെ. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പറേഷൻ അങ്ങ് നടത്താം. ബ്രാക്കറ്റ് ഓപ്പറേഷൻ. അപ്പോൾ എന്തുവാ? 15 ബ്രാക്കറ്റ് ഉണ്ട് 89 ും 91. 89 91 കൂടുമ്പോൾ 180. 180 10 കുടുംബത്തിൽ കിട്ടി 190 കിട്ടും. 190. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമേ ഇല്ല. ബ്രാക്കറ്റ് അങ്ങ് പൊളിച്ചടുക്കിയേക്കണം. ബ്രാക്കറ്റ് പൊളിച്ചടുക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു അങ്ങ് കൊടുത്തേക്കണം. ഒരു ഇൻറ്റു. ബ്രാക്കറ്റ് പൊളിച്ചാൽ ഉടനെ ഇൻറ്റു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? 15 × 90. 15 × 90. അപ്പോൾ ഈ 15
15ൻ്റെ കൂടെ ഇവിടെ ഗുണിക്കേണ്ട സംഖ്യ ഏതാ? 15 90 അല്ല 190. ഇപ്പോൾ 15ൻ്റെ കൂടെ ഗുണിക്കേണ്ട സംഖ്യ ഏതാ? 190. 15 × 190. അപ്പോൾ നമ്മുടെ ആൻസർ 190 × 15 എന്നല്ലയോ അവർ പറഞ്ഞു. അപ്പോൾ ഈ ഡാഷിൻ്റെ അടുത്ത് വരുന്ന സംഖ്യ ഏതാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്? ആൻസർ 190 ആണ്. ആൻസർ എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 190 ആണ്. അപ്പോൾ ഈ 15ൻ്റെ കൂടെ ഗുണിക്കാൻ വന്നേക്കുന്ന സംഖ്യ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ 15ൻ്റെ കൂടെ ഗുണിക്കാൻ വന്നേക്കുന്ന സംഖ്യ 190 ആണ്. അപ്പോൾ ഇവിടെ ഏത് സംഖ്യ വരും? 190 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ ചില സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ആൻസറൊക്കെ വളരെ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും പല ക്വസ്റ്റ്യൻസിനെയും നമ്മൾ എന്ത് ചെയ്യും? അതിന് ഈ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. വലിയ രീതിയിൽ എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്? ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി ആൻസർ കിട്ടും. അതൊക്കെ എനിക്കും അറിയാം ആൻസർ കിട്ടും എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയ വലിയ സംഖ്യകൾ നമുക്ക് വിരലിൽ എണ്ണി എടുക്കാൻ പറ്റാത്ത വലിയ വലിയ സംഖ്യകളുടെ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്തെടുക്കാൻ ആ രണ്ട് രീതി കൂടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ചില ക്വസ്റ്റ്യൻസിനൊക്കെ പെട്ടെന്ന് ആൻസർ കയറാവുന്ന രീതി, നമുക്ക് അവിടെ പരീക്ഷയിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസർ കയറാനുള്ള രീതിയും അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിലും വലിയ വലിയ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് വന്നാൽ ഞാൻ രണ്ടാമത് പറയുന്നതോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തേക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ എണ്ണി എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ 10നും 25നും ഇടയിൽ എത്ര സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് എണ്ണി എടുക്കാം. 10നും 1,00,000 ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സംഖ്യ ആകുമ്പോൾ നമുക്ക് കുറച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമാണ് പറയുന്നത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സോപ്പിൻ്റെ കേസ് പറഞ്ഞു, 20, 18, 12, 16 ഇങ്ങനെ വരുന്ന അവസാനത്തെ വരി 2 സോപ്പ് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞു Tn-T1/D+1. ഓക്കെ, അത് നിങ്ങൾക്ക് വേണേൽ പറയും എണ്ണി എടുക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? പക്ഷേ അത് നിങ്ങൾക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ ഒരു 10,000-നും 2,00,000-നും ഇടയിൽ എത്ര എണ്ണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടല്ലേ? അവിടെയൊക്കെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിനാണ് രണ്ടും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടും അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എളുപ്പം ചോദിക്കാം, ചിലപ്പോൾ ടൈറ്റായിട്ട് ചോദിക്കാം. രണ്ട് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യ, 3 അക്കം എന്ന് പറയുന്നത് ഏറ്റവും വലുത് 999 ആണ്. ഇതാണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ഇനി ഒരു അക്കോടെ വന്നു കഴിഞ്ഞാൽ അത് 4 അക്കവും. മനസ്സിലായോ? അപ്പോൾ ഇതെന്തായി? അപ്പോൾ ഇത് 3 അക്കം മാക്സിമം വരത്തുള്ളൂ. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യ 999. അവസാനത്തെ അക്കം 1, 3, 5, 7, 9 ആണെങ്കിൽ അത് ഒറ്റ സംഖ്യ, ഓഡ് നമ്പറാണ്, ഓഡ് നമ്പർ. ഓക്കെ. ഏറ്റവും ചെറിയ 4 അക്ക ഒറ്റ സംഖ്യ അല്ല ഇരട്ട സംഖ്യ, 4 അക്ക ഇരട്ട സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 1000 ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1, 2, 3, 4 1000 ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000. അത് ഇരട്ട സംഖ്യ ആയിരിക്കണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ആണെങ്കിൽ അത് ഇരട്ട സംഖ്യ. അവസാന അക്കം 0, 2, 4, 6, 8. ഇവിടെ 0 ആണ് വന്നേക്കുന്നത്, അപ്പോൾ അത് ഇരട്ട സംഖ്യ. ഇവിടെ 9 വന്നേക്കുന്നത്, ഒറ്റ സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 999. ഇത് ഒറ്റ സംഖ്യ, ഇത് ഇരട്ട സംഖ്യ. ഓക്കെ ആണല്ലോ? യെസ്. ഇത് നമ്മളെ വ്യത്യാസം. 1999 കുറച്ച് എത്ര ഇട്ടോളൂ? 1 കിട്ടും. ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ ആണോ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചേ. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതൽ ആകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്ന തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് നമുക്ക് എക്സിറ്റ് ചെയ്യാം, ഓപ്ഷനിൽ നിന്നും കയറാം. രണ്ട് രീതിയിൽ നമുക്കിത് ഓപ്ഷനിൽ നിന്ന് കയറാം. അവന് ഓപ്ഷനും കൂടെ നമുക്ക് എളുപ്പം ചെയ്യാൻ ഞാൻ ഓപ്ഷനോട് ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. ഓപ്ഷൻ ഇച്ചിലൂടെ എളുപ്പത്തിൽ നമുക്ക് കയറാൻ പറ്റും. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കയറി നോക്കാം. ഇതെല്ലാം തന്നേക്കുന്ന എക്ക് ഇട്ടേക്കുന്ന തുകയാണ്. എക്ക് ഇട്ടേക്കുന്ന തുക മൊത്തത്തിൽ അവിടെ വീതിച്ചേക്കുന്ന തുക 124 രൂപയാണ്.
അപ്പോൾ ഇതും എക്ക് കിട്ടിയ തുകയാണ്, ഇതും എക്ക് കിട്ടിയ തുകയാണ്, ഇതും എക്ക് കിട്ടിയ തുകയാണ്, എക്ക് കിട്ടിയ തുകയാണ്. 4 എയുടെ തുക തന്നെയാണ്. ഇതിൽ എക്ക് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഏത് തുകയാണെന്നാണ്, എത്ര രൂപയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്ക് കിട്ടുന്ന തുക 7 വരും. ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. എക്ക് കിട്ടുന്ന തുക 70 രൂപ. ഓക്കെ, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ്, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ്. അപ്പോൾ എയുടെ തുക 70 ആണല്ലോ. 70ന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4 7 28 280 രൂപ. 280 രൂപ എന്ന് പറയുന്നത് ബിക്ക് കിട്ടിയ തുക എത്രയാണോ അതിനെക്കാട്ടിലും 10 രൂപയുടെ, ബിക്ക് കിട്ടിയ തുക എത്രയാണോ അതിന്റെ 5 മടങ്ങിനെക്കാട്ടിലും 10 രൂപ കൂടുതലായിരിക്കണം. ബിക്ക് കിട്ടുന്ന തുക എത്രയാണോ അതിന്റെ 5 മടങ്ങിനെക്കാട്ടിലും 10 കൂടുതലായിരിക്കണം എക്ക് കിട്ടിയ തുക 280 രൂപ. അപ്പൊ എക്ക് കിട്ടിയേക്കുന്ന തുക 70 രൂപയാണ്. ഓക്കെ ആണല്ലോ. അതിന്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 28. അപ്പോൾ ബിക്ക് കിട്ടിയേക്കുന്ന തുക എത്ര ആയിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൊത്തത്തിൽ 124 രൂപയാണ് മൊത്തത്തിൽ കിട്ടിയേക്കുന്നത്. അതിൽ എയുടെ തുക എത്ര? 70 ആണ്. ആ 70 കുറച്ചാൽ ബാലൻസ് വരുന്ന 54 രൂപയായിരിക്കും ബിക്ക് കിട്ടിയേക്കുന്നത്. മൊത്തത്തിൽ 124 രൂപയുള്ളൂ. അതിൽ എക്ക് 70 രൂപ കിട്ടിയാൽ ബിക്ക് കിട്ടിയേക്കുന്നത് അതിന്റെ ആ 124 70 കുറയ്ക്കുന്ന 54 രൂപ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ എക്ക് കിട്ടിയ തുക 70ന്റെ 4 മടങ്ങ് 280 രൂപയാണ് എങ്കിൽ ബിക്ക് കിട്ടിയ തുക എത്ര? 54. ഈ 54ന്റെ എത്ര മടങ്ങ് എടുക്കണം? 5 മടങ്ങ്. ഈ 54ന്റെ 5 മടങ്ങ് നോക്കുമ്പോൾ 4 20 പൂജിച്ചിട്ടുണ്ട്, 5 25 2 27. അപ്പോൾ ബിക്ക് കിട്ടിയേക്കുന്നത് എത്രയാണ്? ബിക്ക് കിട്ടിയേക്കുന്ന തുകയുടെ 5 മടങ്ങ്. ബിക്ക് കിട്ടിയേക്കുന്ന തുകയുടെ 5 മടങ്ങ് എത്ര? 270 രൂപ. ആ 270 രൂപ എന്ന് പറയുന്നത് ആ 270 രൂപയേക്കാൾ 10 രൂപ കൂടുതലാണ് 280 എന്ന് പറയുന്നത്. അത് എക്ക് കിട്ടിയ തുകയുടെ 4 മടങ്ങ്. അപ്പോൾ എക്ക് കിട്ടിയ തുക 70. 70ന്റെ 4 മടങ്ങ് 280 രൂപയാണ്. ആ 280 രൂപ എന്ന് പറയുന്നത് ബിക്ക് കിട്ടിയ തുക എത്രയാണോ അതിന്റെ 5 മടങ്ങിനേക്കാൾ 5 മടങ്ങ് 200, ആ 5 മടങ്ങിനേക്കാൾ 10 രൂപ കൂടുതലായിരിക്കണം. അപ്പൊ 270നെക്കാട്ടിൽ 10 രൂപ കൂടുതലാണ് 280. അപ്പൊ ബിക്ക് കിട്ടിയ തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 രൂപ കൂടുതലാണ് എക്ക് കിട്ടിയ തുകയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ എക്ക് കിട്ടിയ തുക 70 രൂപ, അതിന്റെ 4 മടങ്ങ് 280 രൂപ. ബിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് എത്ര? 54 രൂപ. അതിന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 270 രൂപ വരുന്നുള്ളൂ. അതിനെക്കാട്ടിലും 10 രൂപയുടെ കൂടുതലുണ്ട് ഇത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കയറാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഓക്കെ, ഇത് തെറ്റായിട്ട് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് നോക്കാം. തെറ്റായിട്ട് ഓപ്ഷൻ ഇട്ട് നോക്കാമെങ്കിൽ തെറ്റായിട്ട് ഓപ്ഷൻ നോക്കാം. എക്ക് കിട്ടിയ തുക 54 രൂപ എന്ന് എടുക്കാം. നമുക്ക് തെറ്റായിട്ടൊരു ഓപ്ഷൻ ഇട്ട് നോക്കാം. ഓക്കെ, എക്ക് കിട്ടിയ തുക 54 രൂപ. 54 രൂപ. അപ്പോൾ ബിക്ക് എത്ര ആയിരിക്കും? സ്വാഭാവികമായും കിട്ടുന്ന എത്ര? 124 മൈനസ് 54 സമം 70 രൂപ ആയിരിക്കും. ഓക്കെ, എക്ക് കിട്ടിയ തുകയുടെ 4 മടങ്ങ് 54ന്റെ എയുടെ 4 മടങ്ങ്, എയുടെ 4 മടങ്ങ്. ഓക്കെയാണ്. 54ന്റെ 4 മടങ്ങ് എന്ന് വെച്ചാൽ 4 16 ഇഷ്ടമൊന്ന് 4 21 21. ഓക്കെ, ബിക്ക് കിട്ടിയ തുക എത്ര? 70. 70ന്റെ 5 മടങ്ങ് 7 5 35. ഓക്കെ ആണല്ലോ, 350. ഈ തുകയെക്കാട്ടിൽ 10 രൂപ കൂടുതൽ വരണം എക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ അതിനെക്കാട്ടിൽ ഒരുപാട് സംഖ്യ, ഈ എക്ക് കിട്ടിയതിനെക്കാട്ടിൽ ഒരുപാട് വലിയ സംഖ്യയാണ് ബിക്ക് കിട്ടിയേക്കുന്നത്. മനസ്സിലായി? ഈ എക്ക് ഇവിടെ കൂടുതലും ബിക്ക് കുറവും വരണമെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. പക്ഷെ ഇവിടെ ബി ആണ് കൂടുതൽ. ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അതാണ് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനൂടെ ഞാൻ എടുത്തിട്ട് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് ഓപ്ഷനിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് വെച്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്, നമുക്കിത് എക്സ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ എക്സ് വെച്ച് നമ്മൾ ഇതെങ്ങനെ ചെയ്യും? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എക്സ് വെച്ച് എക്ക് കിട്ടുന്ന തുകയെ നമുക്ക് എക്ക് എത്ര കിട്ടുമെന്നാണ് അറിയേണ്ടത്. എക്ക് എത്ര കിട്ടുമെന്ന് അറിയാൻ എക്ക് കിട്ടിയ തുകയെ നമ്മൾ എക്സ് എന്ന് എടുക്കണം. എക്ക് കിട്ടിയ തുക എക്സ്. മൊത്തത്തിൽ എത്ര രൂപ ഉണ്ട്? 124 രൂപ ഉണ്ട്. എക്ക് കിട്ടിയ തുക 70 രൂപ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്കിൽ ബിക്ക് കിട്ടുന്ന തുക എത്ര? 124 നിന്ന് 70 കുറയ്ക്കുന്നതായ 54 രൂപയാണ്. ഇനി എക്ക് കിട്ടുന്ന തുക 10 രൂപയാണെങ്കിൽ ബിക്ക് കിട്ടുന്ന തുക എത്ര? 124 മൈനസ് 10. ഇനി എക്ക് കിട്ടുന്ന തുക 50 രൂപ ആണെങ്കിൽ ബിക്ക് കിട്ടുന്ന തുക എത്ര? 124 മൈനസ് 50. അപ്പോൾ ബിക്ക് കിട്ടുന്ന തുക എക്ക് എത്രയാണോ കിട്ടിയത് അത് 124 നിന്ന് കുറയ്ക്കുന്നതാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ എക്ക് 70 രൂപ കിട്ടിയാൽ ബിക്ക് കിട്ടുന്നത് 124 നിന്ന് 70 കുറയ്ക്കുന്നതാണ് എന്ന് പറയുന്നില്ലേ. എക്ക് കിട്ടിയ തുക എക്സ് ആണെങ്കിൽ ബിക്ക് കിട്ടുന്ന തുക
ഈ പറയുന്ന 124 മൊത്തം തുകയായ 124 നിന്ന് എക്സ് കുറയ്ക്കുന്നതാണ്. മനസ്സിലായല്ലോ? ബി കിട്ടുന്ന തുകയുടെ എക്സ് കുറയ്ക്കുന്നതാണ്. ഓക്കെ ആണേ? യെസ്. ഇനി നമുക്കിത് കാര്യത്തിലേക്ക് പോകാം. എക്ക് കിട്ടിയേക്കുന്ന തുക എക്സ് ആണല്ലോ. ഈ എക്സിൻ്റെ 4 മടങ്ങെന്ന് പറയുന്നത് ബി കിട്ടുന്ന തുക എത്ര? 124 മൈനസ് എക്സ്, 124 മൈനസ് എക്സ്. ഇതിൻ്റെ 5 മടങ്ങും. അപ്പൊ ഈ കിടക്കുന്ന തുക ഇത് ഒരിക്കലും ഈക്വൽ അല്ല. ഇതിന്റെ 4 മടങ്ങ് ഇതിന്റെ 5 മടങ്ങ് ഈക്വൽ അല്ല. ഇത് ഈക്വൽ ആവണമെങ്കിൽ ഈ കിടക്കുന്ന തുകയെക്കാട്ടിൽ 10 രൂപയുടെ കൂടുതൽ ഇപ്പുറത്തുള്ളവനുണ്ട്. കാര്യം എക്കാണ് 280, ബിക്ക് 270 ഉള്ളൂ. അപ്പൊ ഇതൊരിക്കലും സമം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവന് 280, ഇവന് 280 ഇവന് 270. ഇത് ഗുണിക്കുമ്പോൾ 200. നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ച് ഇവൻ 280, 270. അപ്പോൾ ഇത് ഒരിക്കലും തുല്യമല്ല. അപ്പൊ ഇതിനെ നമുക്ക് വേണേൽ തുല്യമാക്കാം. കാര്യം ഇവന് 10 രൂപ കൂടുതലുണ്ട്. ഇവനാണ് 10 രൂപ കൂടുതലെങ്കിൽ അവന്റെ ഓപ്പോസിറ്റ് ആക്കൊണ്ട് 10 രൂപ കൊടുത്താൽ മതി. അവൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടുപേരും അപ്പുറം ഇപ്പുറം. ഇപ്പം 280, 270 പ്ലസ് 10, 200. അപ്പുറം ഇപ്പുറം 280 ഇതോ ആയില്ലയോ? അപ്പോൾ ഇവന് 10 രൂപ കൂടുതലുണ്ട്. എക്ക് 10 രൂപ കൂടുതലുണ്ടെങ്കിൽ ആ 10 രൂപ ഇപ്പം ഇതൊരിക്കലും സമം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൂടുതൽ 10 രൂപ ഉള്ള എക്കാണെങ്കിൽ ബിക്ക് ഒരു 10 രൂപ കൊടുക്കാമെങ്കിൽ ഇപ്പുറം തുല്യമായി. അപ്പോൾ ഇവിടെ 10 രൂപ കൂടുതലുണ്ടെങ്കിൽ അപ്പുറത്തോടെ ഒരു 10 രൂപ ഇട്ട് കൊടുക്കാമെങ്കിൽ രണ്ടിടവും തുല്യമോ എന്ന് പറയുന്നില്ല. ഇവന് 10 രൂപ കൂടുതലുണ്ടെങ്കിൽ ഇവനൂടെ 10 രൂപ കൊടുക്കാമെങ്കിൽ അവൻ്റെ എന്താവും? അവനും ഈക്വലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനി സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 4 ഗുണം എക്സ് 4x ഈക്വൽ ടു ഉണ്ട്. 4 20 0 ഇഷ്ടം 2, 25 10 2 12 ഇഷ്ടം 1, ഒരു 5 1 6 മൈനസ് 5 ഗുണം എക്സ് 5x പ്ലസ് 10 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്തുള്ള ഒരു സൈഡിലാക്കാം. ഈ മൈനസ് 5x ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 5x ആവും. 4x പ്ലസ് 5x ഈക്വൽ ടു 620 പ്ലസ് 10 630 എന്ന് കിട്ടും. 620 പ്ലസ് 10. കാര്യം മൈനസ് 5x ഇപ്പുറത്ത് പ്ലസ് 5x ആയി. ഈ 620 പ്ലസ് 10 ഇടുമ്പോൾ 630. 5 4 9. 9 ഗുണം എക്സ് 9x. 5x 4x കൂടെ കൂടുമ്പോൾ 9x ഈക്വൽ ടു 630. നമുക്ക് 9x അല്ല വേണ്ടത്, എക്സ് ആണ്. കാര്യം എക്സ് എക്ക് കിട്ടിയ വാല്യൂ ആ. എക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ അപ്പോൾ എക്സ് ഈക്വൽ ടു 630 ഡിവൈഡഡ് ബൈ 9. 7 9 63 0 എന്ന് വെച്ചാൽ 69 വെച്ചിരിക്കുമ്പോൾ 7 കിട്ടും. 7 0 70. അപ്പോൾ എക്സ് എന്ന് പറയുന്ന എക്ക് കിട്ടിയ വാല്യൂ, എയുടെ വാല്യൂ 70 ആണ്. എക്ക് 70 കിട്ടിയാൽ ബിക്ക് എത്ര എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ ഈ 124 നിന്ന് എക്സിന്റെ വാല്യൂ 70 കുറയ്ക്കുമ്പോൾ 54 രൂപയായിരിക്കും ബിക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇത് ഇങ്ങനെയാണ് എക്സ് ഇട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഓപ്ഷനിൽ നിന്ന് കയറാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്. 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാഭം അപ്പൊ നമുക്ക് ഇതിന്റെ വാങ്ങിയ വില 200 രൂപ, വിറ്റ വില 250 രൂപ. 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് കിട്ടി. ഇത് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 200, സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 250. 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ഉറപ്പാ നമുക്ക് ലാഭമാണ്. ലാഭം എത്ര? 50 രൂപ ലാഭം എത്രയാണ്? 50 രൂപ. ഓക്കെ ആണല്ലോ? ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ഒന്നുമില്ല. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. മനസ്സിലായല്ലോ? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ ആവുന്നവരല്ല? ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്, ഇത് പ്രോഫിറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ വാങ്ങിയ വില, വിറ്റ വില, ലാഭം. അപ്പോൾ ലാഭ ശതമാനം കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്തുവാ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭശതമാനം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്ര രൂപയാ? 50 രൂപ. ബൈ വാങ്ങിയ വില എത്ര? 200 രൂപ ഇൻറ്റു 100. ലാഭശതമാനം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. 2 0 ഈ 2 0 വെട്ടാം. 50നെ 2 വെച്ചിരിക്കാം 25. നമ്മുടെ ആൻസർ 25%. 50നെ 2 വെച്ചിരിക്കുമ്പോൾ എത്ര ഇട്ടോളൂ? 25%. അപ്പോൾ ഓർത്തോണം, ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാഭം ബൈ
വാങ്ങിയ വില ഇൻറ്റു 100. ഇനി നഷ്ടശതമാനം ചോദിച്ചാലോ, നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഈ വാങ്ങിയ വില ഇൻറ്റു 100 രണ്ടിടത്തും മാറത്തില്ല. ലാഭശതമാനത്തിൽ മാറത്തില്ല, നഷ്ടശതമാനത്തിൽ മാറത്തില്ല. ലാഭശതമാനത്തിൻ്റെ അടുത്ത് ലാഭം ഇട്ട് കൊടുക്കണം, നഷ്ടശതമാനത്തിൻ്റെ അടുത്ത് നഷ്ടം ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? വേറെ ഒന്നും ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും ഇല്ല. അപ്പോൾ 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് വെച്ചാൽ 50 രൂപ ലാഭം. ലാഭശതമാനം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, 50/200 ഇൻറ്റു 100, 25% ലാഭം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യ രൂപം ഏത്? നമ്മുടെ അത് ചോദിച്ചിരിക്കുന്നത് എന്തുവാ? 0.35. ഓക്കെ, 0.35 ഇതൊരു ദശാംശ സംഖ്യ. ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം ഏത്? ഭിന്നസംഖ്യാ രൂപം ഏത്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏത് സംഖ്യ എഴുതിയാലും അതിൻ്റെ താഴെ എപ്പോഴും ഒരു ഒന്നുണ്ട്. ഏത് സംഖ്യയുടെ താഴെ ഒരു ഒന്നുണ്ട്. 5 എന്ന് എഴുതിയാൽ 5/1, 100 എന്ന് എഴുതിയാൽ 100/1, a എന്ന് എഴുതിയാൽ a/1, സൈൻ എന്ന് എഴുതിയാൽ sin/1. എന്തെഴുതിയാലും അതിൻ്റെ താഴെ ഒരു ഒന്നുണ്ട്, ഏത് സംഖ്യ എഴുതിയാലും. അപ്പോൾ 0.35 എന്ന് എഴുതിയാൽ ഇതിൻ്റെയും താഴെ ഒരു ഒന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതുന്നത്. നമുക്ക് ഇത്രയൊന്നും വിശദമായിട്ടേ പറയുന്നുമില്ല. നമ്മൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറയുക. നമുക്ക് എന്ത് എഴുതാം? 0.35 ഡിവൈഡഡ് ബൈ 1 എന്നാണ് എൻ്റെ അർത്ഥം. ഇതിൻ്റെ താഴെ ഒരു ഒന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഇതിൻ്റെ പോയിന്റ് മാറ്റാൻ പോവാം. പോയിന്റ് മാറ്റാം. എങ്ങനെ പോയിന്റ് മാറ്റും? ഞാൻ ആദ്യം ഈ പോയിന്റ് മാറ്റിയിട്ട് പോയിന്റിന് മുമ്പുള്ള 0 വേണ്ട, നമ്മളത് എഴുതുന്നില്ല. ബാക്കി അത് ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര? 35 എന്ന് എഴുതി. ബൈ താഴെ ഒന്നുണ്ടാണ്ട് ഒന്നും കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ 2 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ സ്ഥാനങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഒന്നുമില്ല. പോയിന്റ് അപ്പോൾ കുറവ് എവിടാന്ന് നോക്കണം. മുകളിലാണോ താഴെയാണോ നോക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ താഴെയാണ്, പോയിന്റുകളൊന്നുമില്ല, കുറവ്. അപ്പോൾ എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ടെന്ന് നോക്കണം. കുറവ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 2 സ്ഥാനത്തിൻ്റെ കുറവാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനത്തിൻ്റെ കുറവാണെങ്കിൽ നമ്മൾ താഴെ 1 0 കൊടുക്കും. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനത്തിൻ്റെ കുറവാണ്. കുറവ് മൊത്തത്തിലുള്ള കുറവ് എത്ര ഉണ്ട്? ഇവിടെ മൊത്തത്തിൽ 2 എണ്ണത്തിൻ്റെ തന്നെ കുറവുണ്ട്, 2 0 കൊടുക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി 3 സ്ഥാനത്തിൻ്റെ കുറവാണെങ്കിലോ താഴെ 3 0 കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിയേ, 0.035 ഇങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? 35 എന്ന് എഴുതും. ഇവിടെ താഴെ ഒന്നുണ്ടല്ലോ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്ര സ്ഥാനം ഉണ്ട്? 1 2 3. അപ്പോൾ കുറവ് എവിടെ? താഴെ. അപ്പോൾ 3 0 കൊടുക്കും, 1000 ഒന്നും കൊടുക്കും. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ 2 കുറവുണ്ട്, 35/1000 100 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെട്ടി ചെറുതാക്കാം. എത്ര വെച്ച് വെട്ടാം? ഇവിടെ നമുക്ക് 5 വെച്ച് വെട്ടാം. 5 വെച്ച് വെട്ടുമ്പോൾ 7 5 35, 20 5 100. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ 7/20. ഇനി നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റത്തില്ല. 7നെ നിങ്ങൾ 20 വെച്ച് ഹരിച്ചു നോക്കിക്കോ, 0.35 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു കാര്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. എന്നാലും നിങ്ങൾ നോക്കി, ഇങ്ങനെ തന്നല്ലോ, 2.8 ഡിവൈഡഡ് ബൈ 3.43 ഇങ്ങനെ തന്നെന്ന് വിചാരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഇതെങ്ങനെയാണ് പോയിന്റ് മാറ്റുന്നത് നോക്കിക്കോ. 28 ഡിവൈഡഡ് ബൈ 343 എന്ന് എഴുതണം. 28 ഡിവൈഡഡ് ബൈ 340. ഇവിടെ പോയിന്റ് കുറവ് എവിടെ? മുകളിലാണ് കുറവ്. എത്ര സ്ഥാനം? 1 സ്ഥാനത്തിൻ്റെ കുറവ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1ൻ്റെ കൂടെ കുറവ് മേലുണ്ട്. എവിടാണോ കുറവ് അവിടെ ഒരു 0 കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? കുറവ് എവിടെ ഉണ്ടോ അവിടെ എത്ര സ്ഥാനത്തിൻ്റെ കുറവുണ്ടോ അത്രയും സ്ഥാനത്തിന് 0 കൊടുക്കണം. ഓക്കെ, ഇനി നോക്കിയേ, 2.5 ഡിവൈഡഡ് ബൈ 3.5 ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്താ നോക്കി. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനം. ഇവിടെ എത്ര ഉണ്ട്? 1 സ്ഥാനം. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടിടത്ത് നമ്മൾ പോയിന്റ് മാറ്റിയിട്ട് 25 ഡിവൈഡഡ് ബൈ 35 എന്ന് എഴുതി. 25 ഡിവൈഡഡ് ബൈ 35. ഇനി നോക്കിയേ, മുകളിലും താഴെയും ഒരേ സ്ഥാനങ്ങളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 ഒന്നും കൊടുക്കേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട. ആൻസർ ഇങ്ങനെയാണ്, 25 ഡിവൈഡഡ് ബൈ 35. വെട്ടിച്ചേർത്ത് 5 5 25, 7 5 35, 5/7 എന്നിട്ട് 5/7. അപ്പോൾ ഇവിടെ മേളിലും താഴെയും പോയിന്റുകൾ തുല്യമാണെങ്കിൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം അങ്ങ് എഴുതിയാൽ മതി. പോയിന്റുകൾ തുല്യമല്ല എങ്കിൽ കുറവുള്ള എവിടെയാണോ അവിടെ നമ്മൾ അതിനനുസരിച്ച് 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം 0.35 എന്ന് വെച്ചാൽ താഴെ ഒരു 1 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? പോയിന്റ് മാറ്റുമ്പോൾ 35, താഴത്തെ 1. അപ്പോൾ പോയിന്റ് കുറവ് എവിടെ? താഴെ. എത്ര സ്ഥാനം? 2 സ്ഥാനം. അപ്പോൾ 2 0 കൊടുത്താൽ മതി. 35/100. അപ്പോൾ 7/20 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 7 മുകളിലും താഴെ 5 വെച്ചിരിക്കുമ്പോൾ നമുക്ക് 7/20 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ചക്രം 10 തവണ കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും എങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്ര തവണ കറങ്ങും?
വളരെ സിമ്പിളാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാ ചെയ്യുന്ന നോക്കിയോ? ഒരു ചക്രം 10 തവണ കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും. 10 തവണ കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും എങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അത് എത്ര തവണ കറങ്ങും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കാര്യമൊന്നുമില്ല. ഇവിടെ ആദ്യം ചെയ്യേണ്ടത്, ഇത് തന്നിരിക്കുന്ന മീറ്ററും ഇത് കിലോമീറ്ററാണ്. കിലോമീറ്ററിന് മീറ്ററിലൂടെ ഇട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടിനെയും കൂടെ നമ്മൾ ഒരളവിലേക്ക് ഇനി കൊണ്ടുവരണം. ഒന്ന് മീറ്ററും ഒന്ന് കിലോമീറ്ററും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ കിലോമീറ്ററിനോട് നമുക്ക് മീറ്ററിലൊക്കെ മാറ്റാം. അതെങ്ങനെ മാറ്റും? 1 കിലോമീറ്റർ എന്ന് പറയുന്നത്, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ 2 കിലോമീറ്റർ ആകുമ്പോൾ 2000 മീറ്റർ വരും. അപ്പോൾ 4 കിലോമീറ്റർ ആകുമ്പോഴോ 4000 മീറ്റർ വരും. എങ്ങനെ ചെയ്യുന്നത്? 4 ഗുണം 1000, 4 ഗുണം 1000, 4000 മീറ്റർ എന്ന് കിട്ടും. 4000 മീറ്റർ. അപ്പോൾ ചോദ്യം നമുക്ക് വേണം ഇങ്ങനെ ആക്കാമല്ലോ. ഒരു ചക്രം 10 തവണ കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും എങ്കിൽ 4000 മീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്ര തവണ കറങ്ങും? ഒരു ചക്രം 10 തവണ കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 4000 മീറ്റർ സഞ്ചരിക്കുമ്പോൾ അത് എത്ര തവണ കറങ്ങുമെന്ന് ആക്കാം. 4 കിലോമീറ്റർ എന്നുള്ള 4000 മീറ്റർ എന്നൊക്കെ ആക്കാം. ഇനി എങ്ങനെയാണ് നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. ഉണ്ട് 32 മുട്ടായിയുടെ വില 10 രൂപയെങ്കിൽ ഒരു മുട്ടായിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 32 മുട്ടായിയുടെ വില 10 രൂപയെങ്കിൽ ഒരു മുട്ടായിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 30നെ 32 വെച്ച് അങ്ങ് ഹരിച്ചു നോക്കിയാൽ പോരായോ എന്ന് പറയുന്നത് പോലെ ഒരു ചക്രം 32 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 10 തവണ കറങ്ങും. 32 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 10 തവണ കറങ്ങുമെങ്കിൽ 1 മീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്ര തവണ ഇറങ്ങുമെന്ന് അറിയാൻ 32 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 10നെ 32 വെച്ച് നിങ്ങൾ ഹരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ചക്രം 32 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 10 തവണ കറങ്ങുമെങ്കിൽ 1 മീറ്റർ സഞ്ചരിക്കുമ്പോൾ അത് എത്ര തവണ കറങ്ങുമെന്ന് അറിയാൻ 10നെ 32 വെച്ച് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് രണ്ടിങ്ങനെ കിട്ടി. ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്നത് 10 ഡിവൈഡഡ് ബൈ 32. 1 മീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്ര തവണ കറങ്ങുമെന്ന് വെച്ചാൽ 10/32. കാര്യം ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ 1 മീറ്ററിൽ 32, 1 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 10/32 ഭാഗമായിരിക്കും അത് കറങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4000 മീറ്റർ സഞ്ചരിക്കുമ്പോൾ, അപ്പോൾ എന്താണ് 4000 മീറ്റർ സഞ്ചരിക്കുമ്പോൾ അത് എത്ര തവണ കറങ്ങും? അപ്പോൾ ഇൻറ്റു ഇത് മീറ്ററാ, ഇത് മീറ്ററാ. ഓക്കെ ആണല്ലോ? ഈ മീറ്ററൂടെ കട്ട് ചെയ്തപ്പോൾ 1 മീറ്ററിൽ 10/32 എങ്കിൽ 4000 മീറ്ററിൽ ഇൻറ്റു 4000. മീറ്ററൂടെ ക്യാൻസൽ ആയിപ്പോൾ നമുക്കിവിടെ വെട്ടാം. ഇവിടെ വെട്ടുമ്പോൾ 4 8 32, I 8 40, 1 4 4. ഓക്കെ, ഇവിടെ വെട്ടുമ്പോൾ 1 4 4, 24 8, 24 8 ഇഷ്ടമുണ്ട്. I 4 20, 125 ഇൻറ്റു 10, 1250 എന്ന് കിട്ടും. ഇത് ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, 10 തവണ ഇറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും എങ്കിൽ 1 മീറ്ററിൽ എത്ര തവണ ഇറങ്ങുമെന്ന് വെച്ചാൽ 10/32 എങ്കിൽ 4000 മീറ്റർ എത്ര ഇറങ്ങുമെന്ന് പറയും ഇൻറ്റു 4000 കൊടുത്താൽ ആൻസർ 1250 തവണ അത് കറങ്ങിയിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒറ്റയാനെ കണ്ടെത്തുക. 2 6 7 11. ക്വസ്റ്റ്യൻ നോക്കിയേ. 2 6 7 11. ഇതിൽ ഒറ്റയാനേത്? ഇത് ഒറ്റയാൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 6 ഇരട്ട സംഖ്യയാണ്, 7 11 ഒറ്റ സംഖ്യ. അപ്പോൾ അതല്ല, നിങ്ങൾ ഇതിൻ്റെ ആൻസർ കിട്ടി കാണും. 2 7 11 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ, 6 എന്ന് പറയുന്നത് ഭാജ്യ സംഖ്യ. ഈ രണ്ടും അഭാജ്യ സംഖ്യയിൽപ്പെടും, ഇത് ഭാജ്യ സംഖ്യയിൽപ്പെടും. ഓക്കെ ആണല്ലോ? അങ്ങനെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ പറയാം. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ വേണേൽ പറയാം. ഈ 6 എന്ന് പറയുന്നത് ഒരു അനകസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. മനസ്സിലായല്ലോ? പരിപൂർണ്ണ സംഖ്യ എന്നൊക്കെ പറയാം. PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് പരിപൂർണ്ണ സംഖ്യ? ചൂടെ തന്നിരിക്കുന്നത് പരിപൂർണ്ണ സംഖ്യ ഏത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ഏത്, അല്ലെങ്കിൽ അനകസംഖ്യ ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? എന്താണ് അനകസംഖ്യ? ഒരു സംഖ്യയെ നമുക്ക് അനകസംഖ്യയോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ഒറ്റയാൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു നമുക്ക് 6. അപ്പോൾ അത് അനകസംഖ്യ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒരു സംഖ്യയെ ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഘടകങ്ങളും കൂടെ കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടണം. ഇനി ആ സംഖ്യ കൂടെ കൂട്ടുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി കിട്ടണം. അതാണ് അനകസംഖ്യ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായി, ഞാൻ എഴുതി കാണിച്ചു തരാം. നമ്മൾ ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംഖ്യകളൂടെ കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടണം. ആ സംഖ്യയോടെ കൂട്ടിയാൽ അതിൻ്റെ ഇരട്ടി കിട്ടണം.
ഉദാഹരണം നോക്കിയേ, ഏറ്റവും ചെറിയ അനകസംഖ്യ എന്ന് വെച്ചാൽ 6 ആണ്. 6. ഈ 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? 6ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 1, 2, 3, 6 ഇതതിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന സംഖ്യ ഒഴിച്ചാൽ ബാക്കി ഏതൊക്കെ സംഖ്യ വരും? ആ സംഖ്യ ഒഴിച്ച് ബാക്കിയുള്ള സംഖ്യ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3. ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6. ആ സംഖ്യ തന്നെ കിട്ടണം. മനസ്സിലായി? ആ സംഖ്യ തന്നെ കിട്ടണം. ഇനി ആ സംഖ്യ കൊണ്ട് ഉൾപ്പെടുത്തിയാൽ 6ന്റെ കൂടെ 6 കൂടെ ഉൾപ്പെടുത്തിയാൽ 6 സംഖ്യയുടെ ഇരട്ടിയായ 12 കിട്ടണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഏറ്റവും ചെറിയ അനകസംഖ്യ 6 ആണ്. അടുത്ത കനകസംഖ്യ എത്ര എന്ന് വെച്ചാൽ 28 ആണ്. 28. ഓക്കെ, ഈ 28ന്റെ നോക്കാം, ഘടകങ്ങൾ നോക്കാം. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, അടുത്ത 7 ഉണ്ട്. ഓക്കെ, 7 ഉണ്ട്, അടുത്തത് 14 ഉണ്ട്, 28 ഉണ്ട്. ഇത്രയും ഘടകങ്ങളാണ് ഉള്ളത്. ഇത്രയും ഘടകങ്ങൾ. ഇനി 28 ഒഴിച്ചുള്ള ബാക്കി ഘടകങ്ങളെല്ലാം കൂട്ടും. 1 + 2 + 4 + 7 + 14. ഓക്കെ, 14, 7, 21, 21, 4, 25, 25, 2, 27, 1, 28. എല്ലാവരും കൂട്ടുമ്പോൾ കിട്ടി 28 എന്ന് കിട്ടി. 28. 28 ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഘടകങ്ങളും കൂട്ടിയപ്പോൾ 28. ഇനി 28 കൂട്ടിയല്ലോ, 28 + 28 = 56 എന്ന് കിട്ടും. ആ 28ന്റെ ഇരട്ടി കിട്ടണം. ഇതാണ് അതിന്റെ അനകസംഖ്യയുടെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2-3 അനകസംഖ്യ പറയാം. ഓക്കെ, നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം 6. ഏറ്റവും ചെറിയ അനകസംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത വരുന്നത് 28. അടുത്ത വരുന്നത് 496. ഓക്കെ, അടുത്തത് 8128. അറ്റ്ലീസ്റ്റ് ഈ 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ PSC ഒരിക്കൽ ചോദിച്ചത് ഈ 28 ആയിരുന്നു. 28 6 ഞാൻ ഓർക്കുന്നില്ല, 28 ആണെന്നാണ് തോന്നുന്നത്. ചോദിച്ചു 28. ചൂടെ തന്നിക്ക് അനകസംഖ്യ ഓപ്ഷൻ തന്നെങ്കിൽ 28 ആയിരുന്നു. 6 അനകസംഖ്യ, 28 അനകസംഖ്യ, 496 അനകസംഖ്യ, 8128 അനകസംഖ്യയാണ്. അപ്പോൾ 1 അക്കം, 2 അക്കം, 3 അക്കം, 4 അക്കം, 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്, ഇത്രയാണ് ഇത്. അപ്പോൾ ഇത് അത്യാവശ്യം 4 എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2 + 16 ഡിവൈഡഡ് ബൈ 2 × 4 - 5 എത്ര? ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്രദ്ധിച്ചേ. 2 + 16 ഡിവൈഡഡ് ബൈ 2 × 4 - 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ബോട്ട് മാസിനകത്ത് ക്വസ്റ്റ്യൻ. ബോട്ട് മാസ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇനി എൻ്റെ ഫ്രണ്ടിൽ ഒരു വീട് വന്നാൽ വെങ്കുലം ബോട്ട് മാസ് എന്ന് വെച്ചാൽ ഈ വെങ്കുലം എന്ന് വെച്ചാൽ ഏതെങ്കിലും സംഘടിപ്പം എന്താ 5 + 3. ഇതായിരിക്കും നമ്മൾ ഇതിനകത്ത് ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ മൈനസ് ഇതായിരിക്കും ഏറ്റവും അവസാനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് ഏതായിരിക്കും അവസാനം ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബാർ കൊടുത്താൽ അത് വേണോ ആദ്യം ചെയ്യാൻ. ബോട്ട് മാസ് പ്രകാരം ചിലപ്പോൾ 5 + 3 - 2 ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ ഈ 3 - 2 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവസാനം ചെയ്യുന്നത്. പക്ഷെ ആ 3 - 2ന്റെ മുകളിലൊരു ബാർ വന്നു, അതാണ് വെങ്കുലം വന്നാൽ അതിൻ്റെ അർത്ഥം അത് വേണം ആദ്യം ചെയ്യാൻ, ഇത് വേണം ആദ്യം ചെയ്യാൻ. അതൊന്നും ഇതിനകത്തില്ല. പിന്നെ ബ്രാക്കറ്റ് വല്ലതും തന്നിട്ടുണ്ട്, ബി. ബ്രാക്കറ്റ് ഒന്നുമില്ല. പിന്നെ ഓഫ് എന്ന് വെച്ചാൽ ഗുണിക്കുമെന്ന് വെച്ചാൽ 5 ഓഫ് 3 എന്ന് വെച്ചാൽ 5 × 3 തന്നെയാണ്. പക്ഷേ ഈ ഇങ്ങനെ 5 × 3 എന്ന് പറഞ്ഞാലും 5 × 3 തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 5 × 3 എന്ന് പറഞ്ഞാൽ 5 ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ. 5 ഓഫ് 3 എന്ന് പറഞ്ഞാൽ 5 ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇത് ഹരണത്തിന് മുന്നേ ഗുണിക്കണം. ഇത് ഗുണിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ അത് ഹരണത്തിന് മുന്നേ ഗുണിക്കണം. പക്ഷെ 5 × 3 എന്നാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അത് ഹരണത്തിന് ശേഷം മാത്രമേ ഗുണിക്കാവുള്ളൂ. അതാണ് വ്യത്യാസം. 2 ഗുണനം തന്നെ ഓഫ് ആണ് തരുന്നതെങ്കിൽ അത് ഹരണത്തിന് മുന്നേ ഗുണിക്കണം, ഇൻഡു ആണെങ്കിൽ അത് ഹരണത്തിന് ശേഷം ഗുണിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊന്നും നമുക്ക് ഓപ്ഷനകത്ത് ഈ ഓഫും ഒന്നും ഇല്ല. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ട്, 2 + 16 അപ്പോൾ എന്താ വെങ്കുലം ഇല്ല, ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. പക്ഷെ എന്തുണ്ട്, ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, 16നെ 2 വെച്ചരിക്കണം. അപ്പോൾ എന്താ 2 + 16 2 വെച്ചരിച്ച് എത്ര കിട്ടും, 8 എന്ന് കിട്ടും. 8 × 4 - 5 എന്ന് കിട്ടും. 4 - 5. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2 + 8 × 4 4 8 32 - 5 എന്ന് കിട്ടും. 32 - 5. അപ്പോൾ അടുത്തെന്താ, അഡീഷൻ, കൂട്ടുക. അപ്പോൾ എന്താണ് 32 കൂടുമ്പോൾ 34 - 5 എന്ന് കിട്ടും. 34 - 5. അടുത്തെന്തോ, സബ്സ്ട്രാക്ഷൻ. 34 ന്ന് 5 കുറച്ച് എത്ര കിട്ടുമോ, 29 എന്ന് കിട്ടും. പക്ഷേ ഈ അഡീഷൻ സബ്സ്ട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നമ്മുടെ കണക്കൊന്നും തെറ്റത്തൊന്നുമില്ല. നമുക്ക് ഇവിടെ നോക്കിയേ, 2 + 32 - 5. ഞാനിവിടെ ആദ്യം ചെയ്തെന്തോ 32 2 കൂടി 34, ഓർഡർ പ്രകാരം 5 കുറച്ച് 29. ഇനി ഇത്
അല്ലാതെ ചെയ്താലും ഈ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം കറക്റ്റ് ഓർഡർ ആയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഇന്ന് കുറച്ച് നോക്കാം. 2 പ്ലസ് 32 5 കുറയ്ക്കാം. 32 5 കുറച്ച് എത്ര ഇട്ടോട് 27 എന്ന് കിട്ടും. 27 ഓക്കെ ആണല്ലോ. 27 പ്ലസ് 2 എത്ര കിട്ടി 29 കണ്ടോ 29 കിട്ടി. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ചിട്ട് കൂട്ടിയിട്ടും ഇവിടെ കൂട്ടിയിട്ട് കുറയ്ക്കുക എങ്ങനെ ചെയ്താലും നമ്മുടെ കണക്ക് തെറ്റത്തില്ല. ബോട്ട് മാസ്റ്റർ പ്രകാരം ഗുണനവും ഹരണവും പിന്നെ അതെല്ലാം കറക്റ്റ് ഓർഡർ ആയിരിക്കണം. ബ്രാക്കറ്റും വെങ്കുലവും ബ്രോഡ് മാസും പിന്നെ ബ്രാക്കറ്റും എല്ലാം കറക്റ്റ്, ഓഫും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം കറക്റ്റ് ആയിരിക്കണം. അഡീഷനും സബ്സ്ട്രാക്ഷനും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയും പറഞ്ഞ് കണക്കേറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണ് 2 രീതിയിലും ചെയ്ത് കാണിച്ചത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 29 ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ZBA, YCB, XDC ഡാഷ് ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ZBA, YCB, XDC ഇതിൽ ഇവിടെ വിട്ടുപോയ അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, ഇസഡിന് തൊട്ടുമുമ്പുള്ള നമ്പറാണ് അല്ലെങ്കിൽ ലെറ്ററാണ് Y. Yക്ക് തൊട്ടുമുമ്പുള്ള ലെറ്ററാണ് X. ഓക്കെ, എക്സിന് തൊട്ടുമുമ്പുള്ള എന്തോ W ആയിരിക്കും. W. ഓക്കെ, ഇവിടെ ആദ്യത്തെ W X Y Z അതാണ്. അപ്പോൾ Z Y W അല്ലെ X W ഓക്കെ ആണല്ലോ. ഓരോ ലെറ്റർ വീതം ബാക്കിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. ഇനി നോക്കിയേ, രണ്ടാമത്തെ ലെറ്റർ B, ഇവിടെ C, ഇവിടെ D. അപ്പോൾ ഇവിടെ അടുത്ത് എന്തായിരിക്കണം? E ആയിരിക്കണം. മനസ്സിലായി? രണ്ടാമത്തെ ലെറ്റർ B, അടുത്ത ലെറ്റർ കൊടുക്കുമ്പോൾ C, അടുത്ത ലെറ്റർ D, അടുത്തപ്പോൾ E ആയിരിക്കും. മൂന്നാമത്തെ ലെറ്റർ ഓക്കെ A, ഇവിടെ എന്തോ B, ഇവിടെ എന്തോ C. അപ്പോൾ ഇവിടുത്തെ ലെറ്റർ ആയിരിക്കണം D ആയിരിക്കണം. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ WED ആണ്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ മാത്രം ബാക്കിലോട്ടും ബാക്കിയെല്ലാം ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ Z Y X W A B C D E A B C D ഓക്കെ, നമ്മുടെ ആൻസർ WED ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തീയതി, കലണ്ടർ, സമയം ഡാഷ്. അടുത്തൊന്നുമില്ല. നോക്കിയേ, തീയതി, കലണ്ടർ, സമയം ഡാഷ്. തീയതി നമ്മൾ എവിടെ നോക്കുന്നത്? നമ്മൾ ഡേറ്റ് നോക്കുന്ന കലണ്ടറിലല്ലയോ. അപ്പോൾ സമയം നോക്കുന്നത് എവിടെ ആയിരിക്കും? ക്ലോക്കിലായിരിക്കും. ക്ലോക്കാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ എന്താണ് തീയതി നോക്കുന്നത്? കലണ്ടർ നോക്കിയിട്ടാണ് നമ്മൾ തീയതി വന്നത്. അപ്പോൾ സമയം നോക്കുന്നത് ക്ലോക്ക് അല്ലേ, വാച്ച് എവിടെയെങ്കിലും അല്ലേ നമ്മൾ നോക്കുന്നത്? ഇവിടെ ഓപ്ഷനകത്ത് വാച്ച് ഇല്ലാത്തതുകൊണ്ട് ക്ലോക്കാണ്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പം നമ്മൾ ഈ ഇതും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. നമ്മളിന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കുക. ഇത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ ചിലതിനകത്തൊക്കെ നമ്മൾ എന്താണ് അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തന്നെ പറയുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാം, എന്തിനാ ഇക്വേഷൻ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ സംഖ്യകളൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ എല്ലാ നിങ്ങൾക്ക് ആൻസറുകളും നിങ്ങൾക്ക് നമ്മൾ കമൻറ്റിലൂടെ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.